ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യവും 42-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ 12 സംവത്സരങ്ങളായി മുടങ്ങാതെ ഈ ഭവനം അങ്ങയുടെ മഹത്വമുള്ള സാക്ഷ്യം വഹിക്കേണ്ടതിനായി ക്രമീകരിക്കുന്ന കൺവെൻഷൻ ഈ വർഷവും മുടങ്ങാതെ നടത്തുവാൻ ദൈവം കൊടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ആത്മാർത്ഥതയോടെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ അഭിഷക്തന്മാരുടെ നീണ്ട നിര ഇവിടെ ഉണ്ടല്ലോ. ദാസന്മാരെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മൈക്കിൻ്റെ ശബ്ദപരിധി യഹോവയ്ക്ക് അഭിശുദ്ധമായി തീരട്ടെ. എതിരായി നിൽക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ കർത്താവ് ശാസിക്കണമേ. ദൈവാത്മ മണ്ഡലം ഞങ്ങൾക്കായി രാത്രി തുറന്നു തരണമേ. 7 ബലമുള്ള ക്രൂശിന് മറയുന്നു. മുഴുമകുത്വം ഈ രാത്രി അങ്ങെടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് ആ വേദഭാഗം വായിച്ച് കേൾപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. 42-ാമത്തെ നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ. മതി. വിശുദ്ധ വേദപുസ്തകത്തില് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഇഹലോകത്തിലെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഇരട്ടി പ്രാവശ്യം നമ്മുടെ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ ജനനം ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിക്കുമെന്നും അത് കന്യകയിലൂടെ ജനിക്കുമെന്നും അത് ബേത്ലഹേമിൽ ജനിക്കുമെന്നും കർത്താവ് കഷ്ടാനുഭവങ്ങൾ കൂടെ കടന്നു പോകുമെന്നും കർത്താവ് മരിച്ചടക്കപ്പെടുമെന്നും കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തി നിൽക്കുമെന്നും തിരുവെഴുത്തിൽ പറഞ്ഞ മൊത്തം സംഭവങ്ങളാണ് കർത്താവിൻ്റെ ഉയർപ്പ് വരെ നടന്നതെങ്കിൽ കർത്താവിൻ്റെ മടങ്ങി വരവും ഈ വിശുദ്ധ പുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 27 അധ്യായങ്ങൾക്കകത്ത് ഒരു പ്രാവശ്യം വെച്ച് കുറഞ്ഞത് 260-ലധികം പ്രാവശ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ 2ാമത്തെ വരവ് വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലും മിനിഞ്ഞാന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തമായ ദൂത ദൈവദാസന്മാർ പറഞ്ഞു കാണും. ഇനി ഏറ്റവും വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയും തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത തൻ്റെ കാന്തയായ സഭയുടെ ഉൽപ്രാവണവും സംഭവിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞുള്ള 7 വർഷങ്ങൾ ഭയാനകമായ മഹാ കഷ്ടത്തിൻ്റെ കാലമാണ്. സഭ അതിലൂടെ കടന്നു പോകാതെ ദൈവം അതിനുമുമ്പേ സഭയെ ഇവിടുന്ന് മാറ്റും. എടുക്കപ്പെടുന്ന സഭയുടെ കൂട്ടത്തിൽ കാണപ്പെടും ഞാനുമെന്ന് വിശ്വസിക്കുന്നവർ തുടക്കത്തിലെ ഒരു പ്രാവശ്യം കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ലക്ഷ്യം മുഴുവൻ അതായിരിക്കണം. കാഹളധ്വനിയെങ്കിൽ എടുക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ അതിപ്രധാനമായിട്ട് 7 കാലങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിലെ ചിന്തിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു 3 കാലങ്ങൾ ഓർപ്പിച്ചിട്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം. 1-ാമത്തെ കാലം ആവർത്തന പുസ്തകം 4-ാം അധ്യായം 32-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 32-ാമത്തെ വാക്യം. ദേവദാസന്മാരെല്ലാവരും ഒരാൾ പെട്ടെന്ന് വായിച്ച് സഹായിക്കണം. ഓക്കെ. 4:32.
ആവർത്തനം 4:32. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുൻപുണ്ടായ പൂർവ്വകാലത്തിലും നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലം, ഒന്നാമത്തെ ഒരു കാലത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം പറയുകയാണ്. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ മോശയെ ദൈവം വിളിക്കുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിന്, എന്ന് പറഞ്ഞാൽ ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടത്തിന് വിശുദ്ധ വേദപുസ്തകം ഇട്ടിരിക്കുന്ന പേരാണ് പൂർവ്വകാലം. എന്താണ് പൂർവ്വകാലം? രണ്ടാമത്തെ കാലം ലൂക്കോസ് 16:16 നമ്മുടെ യേശു കർത്താവ് പറയുകയാണ് രണ്ടാമത്തെ കാലം. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. ന്യായപ്രമാണ കാലം, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം, മോശ മുതൽ യേശുക്രിസ്തു വരെ ഉള്ള കാലഘട്ടത്തിന് പുസ്തകമിട്ടിരിക്കുന്ന പേര് ന്യായപ്രമാണ കാലം. വളരെ പരിചിതമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെങ്കിലും ആദ്യമായി കേൾക്കുന്നവർക്ക് ഗ്രഹിക്കാൻ വേണ്ടി ശാന്തമായി പറയുകയാണ്. ഒന്നാമത്തെ കാലം ആദാമിനെ സൃഷ്ടിച്ചത് മുതൽ മോശയെ തിരഞ്ഞെടുക്കുന്നത് വരെ ഉള്ള കാലത്തിൻ്റെ പേര് പൂർവ്വകാലം. മോശയെ തിരഞ്ഞെടുത്തത് മുതൽ യേശുക്രിസ്തു ഉലകത്തിൽ മനുഷ്യാവതാരം എടുക്കുന്നത് വരെ ഉള്ള കാലത്തിൻ്റെ പേര് ന്യായപ്രമാണ കാലം. മൂന്നാമത്തെ കാലം 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു വായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. ഒരിക്കലൂടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കും. യേശുക്രിസ്തു മുതൽ ഇന്ന് രാത്രി വരെ 2026 മെയ് മാസം 20-ാം തീയതി രാത്രി വരെയുള്ള കാലത്തിൻ്റെ പേര് സുപ്രസാദ കാലം. സുപ്രസാദ കാലം. പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന കാലത്തിൻ്റെ പേര് സുപ്രസാദ കാലത്ത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ 3 സമൂഹങ്ങളാണുള്ളത്. 3 സമൂഹങ്ങൾ. ഒന്ന്, മെസൊപ്പൊട്ടോമിലെ ഊറിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച് യൂഫ്രട്ടീസ് നദിയിലിറങ്ങി സ്നാനപ്പെട്ട് അക്കരെ കയറി വാഗ്ദത്ത കനാനിൽ കൊണ്ട് പാർപ്പിച്ച ഒരു വിഗ്രഹാരാധിയായ മനുഷ്യനെ വിളിച്ച് സ്നേഹിതനാക്കി മാറ്റി അബ്രഹാമിൻ്റെ കൂടെ ദൈവം പുറപ്പെടുവിച്ച ഒരു ജനസമൂഹമുണ്ട്. അവൻ്റെ പേരാണ് യഹൂദൻ. കൽദായ പാരമ്പര്യത്തിൽ നിന്ന് ദൈവം സ്നേഹിച്ച് വിളിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് യഹൂദൻ. 2, യഹൂദനല്ലാതെയുള്ള ലോകത്തിലെ മുഴുവൻ മനുഷ്യരും കൂടെ ചേരുന്ന രണ്ടാമത്തെ സമൂഹം യവനായൻ, ജാതികൾ. പ്രൈസ് ദി ലോർഡ്. അവരിലും ഭൂരിപക്ഷം പേര് അബ്രഹാമ്യ സന്തതികളാണ്. ഒന്ന്, അബ്രഹാമിൻ്റെ ഭാര്യ സാറ മൂലം ഹാഗാറിൽ ജനിച്ച ഇസ്മായിൽ നിന്ന് പുറപ്പെട്ട ഒരു ജാതി. 2, സാറ മരിച്ച ശേഷം ഇസഹാക്ക് വിവാഹിതനായ ശേഷം അബ്രഹാം വീണ്ടും ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, കേതൂറ. ആ സ്ത്രീയിൽ നിന്ന് 6 മക്കൾ ജനിച്ചു. ആ 6 മക്കൾ പിന്നത്തേതിൽ 6 പ്രബലമായ ജാതികളായി മാറി. അങ്ങനെ ജനിച്ച 6 ജാതികൾ. ഇസ്മായിലിൽ നിന്ന് ജനിച്ച ഒരു ജാതി 7, ഇസഹാക്കിൽ നിന്ന് ജനിച്ച യഹൂദൻ. അങ്ങനെ 8 ജാതികൾ ലോകത്തിൽ വന്നതിൽ ഈ ദൈവം ഏറ്റവും സ്നേഹിച്ചൊരു ജാതിയാണ് യഹൂദൻ. അത് കഴിഞ്ഞ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന യവനായ ജാതി. ഈ 2 ജാതികളും പരസ്പരം വലിയ വൈരാഗ്യമുള്ള, വിദ്വേഷമുള്ള, പകയുള്ള, പിണക്കമുള്ള, പ്രതികാര ചിന്തയുള്ള, ശത്രുതാ മനോഭാവമുള്ള, പ്രത്യേകമായ എന്ന് പറഞ്ഞാൽ എത്ര സമാധാന കരാറിൽ ആരെല്ലാം ഒപ്പിട്ടാലും പിറ്റേ ദിവസം രാവിലെ ഇസ്രായേൽ ബോംബിടും. അത് അവൻ്റെ രക്തത്തിനകത്ത് അലിഞ്ഞു ചേർന്നേക്കുന്ന കാര്യം. അവൻ ബോംബിട്ടാൽ മറ്റവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ പിറ്റേ ദിവസം 500 ബോംബിടും. പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെല്ലാം വായിച്ച് കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഇത് നടന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള ഈ 2 ജാതി, ഒന്ന് യഹൂദൻ, 2 യവനൻ. ഈ 2 ജാതികളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത 3-ാമത്തെ ഒരു ജാതി, അത് കർത്താവിൻ്റെ സഭയാണ്.
നല്ല അല്ലുലിയ പറയണം. മറ്റേ രണ്ട് ജാതിയിലും പകയുണ്ട്, വിദ്വേഷമുണ്ട്, വൈരാഗ്യമുണ്ട്, പിണക്കമുണ്ട്, കോപമുണ്ട്, ശാഠ്യമുണ്ട്, യുദ്ധമുണ്ട്. എന്നാൽ ഇത് രണ്ടുമില്ലാതെ പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മുക്കുവനായ ശിഷ്യന്റെ കാല് പോലും കഴുകാൻ മടിയില്ലാത്ത യേശുവിൻ്റെ മാർഗക്കാരാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ ആ സഭയ്ക്കകത്ത് വൈരാഗ്യമില്ല, പകയില്ല, ഗ്രൂപ്പില്ല, പിണക്കമില്ല, കോപമില്ല, ക്രോധമില്ലാത്തതാണ് ദൈവത്തിൻ്റെ സഭ. ഒരല്ലേലൂയ പറയാൻ പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി ഞാൻ ആ പദം ആവർത്തിക്കുന്നു. രണ്ട് വ്യത്യസ്തമായ ജാതിയിൽ നിന്ന് പുത്രന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത മൂന്നാമത്തെ ശ്രേഷ്ഠമായ ജാതിയാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ. ഈ വലിയ സഭയെ ചേർക്കാനായിട്ട് കർത്താവ് വേഗത്തിൽ വരുവാൻ പോകുകയാണ്. യേശുവിന്റെ സഭയുടെ ഉദ്ഘാടനം നടക്കുന്നത് പെസഹായുടെ ശുശ്രൂഷ നിവർത്തിക്കാൻ വേണ്ടി യേശു തിരഞ്ഞെടുത്ത മർക്കോസിന്റെ മാളികമുറി എന്ന് പറയുന്ന മനോഹരമായ ഭവനം. യേശുവിന്റെ 33.5 വയസ്സിലെ പ്രാർത്ഥനാ കാലഘട്ടം മുഴുവൻ യെരുശലേമിന്റെ പടിഞ്ഞാറേ ചരിവിനോട് ചേർന്ന് കിടക്കുന്ന ഗെത്സമന തോട്ടത്തിലായിരുന്നു. ഒലിവുമല എന്നറിയപ്പെടുന്ന ആ മനോഹരമായ തോട്ടം ഈ മർക്കോസിന്റെ സ്വന്തമായിരുന്നെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ മനോഹരമായ ആ തോട്ടം ഇന്ന് നിലനിൽക്കുന്ന അതിൻ്റെ ഉടമസ്ഥന്റെ വീടാണ് മർക്കോസിന്റെ മാളികമുറി എന്ന് പറയുന്ന ഭവനം. യേശു ശിഷ്യന്മാരുമായി പെസഹ കഴിച്ചതും യേശു ഗെത്സമനയിലെ ക്രൂശീകരണത്തിനായി പോയതുമൊക്കെ ആ ഭവനത്തിൽ നിന്നാണ് സ്തോത്രഗാനം പാടിക്കൊണ്ട് പോയത്. താനെ തിരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം 40 രാപകലുകൾ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് എല്ലാവരും കാങ്ക 40ാമത്തെ ദിവസം സ്വർഗാരോഹണം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാര് ഇറങ്ങി വന്നിട്ട് ഈ മുകളിലേക്ക് യേശുവിന്റെ സ്വർഗാരോഹണം നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമൂഹത്തോട് വിളിച്ചു ചോദിച്ചു, ഗലീല പുരുഷന്മാരെ, നിങ്ങളിങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്തിന്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു ലോകത്തിൽ ജനിക്കുമെന്ന് കന്യകയായ മറിയയോട് ദൂത് പറഞ്ഞത് ഒരു ദൂതനാണ്. യേശു ജനിച്ചെന്ന് ആട്ടിടയന്മാരോട് ദൂത് പറഞ്ഞത് ദൂതനാണ്. ആട്ടിടയന്മാരോട് പറഞ്ഞത് ദൂതനാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് സ്നാനക്കടവിൽ പരസ്യമായി ലോകത്തോട് സാക്ഷി പറഞ്ഞത് ദൂതനാണ്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ലോകത്തോട് പറഞ്ഞത് ദൂതനാണ്. അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞതും ദൂതനാണെങ്കിൽ അവന്റെ ജനനവും അവന്റെ ജീവിതവും അവന്റെ ഉയർപ്പും അവന്റെ മടങ്ങി വരവുമെല്ലാം സ്വർഗത്തിന്റെ പദ്ധതിയാ. ഇവിടെ ആർക്കും അത് തടയാൻ കഴിയത്തില്ല. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഇത് മാനുഷികമായ പദ്ധതിയല്ല, ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് കടന്നു പോയതിന് തൊട്ട് മുമ്പേ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ യെരുശലേമിൽ തന്നെ കാത്തിരിക്കണം. ഞാൻ ചെന്നിട്ട് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം, പരിശുദ്ധാത്മാവിന് യേശു ഇട്ട പേര് പിതാവിൻ്റെ വാഗ്ദത്തം. ഒരല്ലേലൂയ പറയണം. ഈ വാഗ്ദത്തം ദൂരസ്ഥരും സമീപസ്ഥരുമായി വിളിച്ചു വേർതിരിക്കുന്ന ഏവർക്കും ദൈവം കൊടുക്കാൻ മതിയായവനാ. നിനക്ക് പ്രാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി തരുവാൻ യേശു മതിയായവനാ. സന്തോഷമുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഈ ശിഷ്യന്മാരുടെ മനസ്സിൽ മുഴുവൻ ഇരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തിന്റെ പ്രധാന പ്രമേയം ദൈവരാജ്യമാണ്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിപ്പിക്കും. യോഹന്നാന്റെ ശിരച്ഛേദം കഴിഞ്ഞപ്പോൾ യേശു രംഗത്ത് ശുശ്രൂഷയ്ക്കായി പ്രത്യക്ഷപ്പെടും.
യേശു പ്രസംഗിച്ചു തുടങ്ങിയത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. പിന്നുള്ള എല്ലാ പ്രസംഗ വിഷയങ്ങളും ദൈവരാജ്യമായിരുന്നു. ആ വിഷയം ഈ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാക്കാൻ കർത്താവ് ഇവരെ എപ്പോഴും ഈ വിഷയം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം എന്ന വലിയ വിഷയം എൻ്റെ ശിഷ്യന്മാർക്ക് നന്നായി ഗ്രഹിക്കണമെന്ന് യേശു വളരെ ആഗ്രഹിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പൊ ഈ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകാൻ കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ പോകുന്ന വഴിക്ക് നിലത്ത് കിടക്കുന്ന ഒരു കടുകുമണി കണ്ടു. അതെടുത്തോണ്ട് പോയി തൻ്റെ വയലിൽ നട്ടു. അതങ്ങ് കിളുത്തു വളർന്നൊരു മരമായി. അതൊരു ആകാശത്തിലെ പറവുകളൊക്കെ വന്ന് കൂടുവെച്ച്. അതാ ദൈവരാജ്യം. ഇവർക്കൊന്നും മനസ്സിലായില്ല. കർത്താവ് വിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യന് വയലിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിധി കണ്ടു. താൻ അത് മറച്ചിട്ടേച്ച് പോയി തനിക്കുള്ള എല്ലാം വിറ്റേച്ച് വന്ന് ഇത് വാങ്ങിച്ചു. അതാ ദൈവരാജ്യം. അവർക്കൊന്നും മനസ്സിലായില്ല. കർത്താവ് പറഞ്ഞ, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. കുറച്ച് വഴി വീണു, കുറച്ച് മുള്ളിനിടെ വീണു, കുറച്ച് പാറ സ്ഥലത്ത് വീണു, കുറച്ച് നല്ല സ്ഥലത്ത് വീണു. അത് 100 മേനി വിളഞ്ഞു. അതാണ് ദൈവരാജ്യം. അവർക്ക് കാര്യമായിട്ട് പിടികിട്ടിയില്ല. കർത്താവ് അവിടെ നിർത്തിയില്ല. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ കടലിൽ മീൻ പിടിക്കാൻ പോയി. വല വീശി. വല വലിച്ചപ്പോൾ വല നിറച്ച് മീൻ കയറി. കരയ്ക്ക് കയറ്റിയിട്ട് നല്ലത് മാത്രം തൻ്റെ പാത്രത്തിൽ, ബാക്കിയെല്ലാം തിരിച്ച് കടലിൽ തള്ളി. അതാണ് ദൈവരാജ്യം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പറഞ്ഞിട്ട് ഇവർക്ക് കാര്യമായിട്ടൊന്നും, പക്ഷെ ഇവരുടെ മനസ്സിൽ രാജ്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇവർ പറഞ്ഞു, കർത്താവേ, നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഞങ്ങൾക്കെന്നോ കിട്ടും. ഇവരുടെ വിഷയം ഇപ്പം ഞങ്ങൾക്കെന്നോ കിട്ടും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ 12 പേരും 12 സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രത്തെ 12 ന്യായം വിധിക്കും. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. മീൻ പിടിച്ചടക്കുന്ന ഞങ്ങൾ ന്യായാധിപന്മാരാകുമല്ലോ, അത് സിംഹാസനത്തിൽ ഇരിക്കുമല്ലോ. അപ്പൊ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു, ആ കസാറ കാണുന്നു, കിരീടം കാണുന്നു, കയ്യിൽ ചെങ്കോല് കാണുന്നു, ന്യായവിധി കാണുന്നു. ഇതെല്ലാം കണ്ടിവർ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെല്ലാം കൂടെ എൻ്റെ കൂടെ ഫിലിപ്പിന്റെ കൈസരിയിൽ വരണം. ഇവരെ കർത്താവ് ഫിലിപ്പിന്റെ കൈസരിയെ കൊണ്ടുപോയിട്ട് കർത്താവ് ഒരു ടെസ്റ്റ് ഇട്ടു. ഈ ടെസ്റ്റ് നീറ്റ് പരീക്ഷ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ശുശ്രൂഷ അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ പോവാം. പോകുന്നതിന് മുമ്പേ ഈ ശുശ്രൂഷയുടെ അധികാരം ഒരാളെ കൈമാറും. അതിന് കുറഞ്ഞ പക്ഷമുള്ള യോഗ്യത യേശു ആരാന്നറിയണം. ഈ കൺവെൻഷൻ്റെ ഏക ലക്ഷ്യം അതേ ഉള്ളു കേട്ടോ. പ്രസംഗകരെ കൊണ്ട് പരിചയപ്പെടുത്തുമല്ല, യേശു ആരാന്നറിയണം. ഇന്ന് രാത്രി യേശു ആരാന്നറിഞ്ഞവരൊക്കെ ഒരു ഹല്ലേലൂയ പറയണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, യേശു ആരാണ്? ശിഷ്യന്മാർ പറഞ്ഞു, തച്ചന്റെ മോനാണ്, മറിയയുടെ മോനാണ്, പ്രവാചകന്മാരിൽ ഒരാളാണ്, ഇരമ്യാവാണ്, ഏലിയാവാണ്. തീർന്നില്ല, ഈ അടുത്ത കാലത്ത് കരുത്തുപെട്ടി യോഹന്നാൻ തിരിച്ചു വന്നതാണ്. പിന്നെ ചിലരൊക്കെ വേശ്യാപുത്രനാന്ന് പറയുന്നുണ്ട്. ചിലര് പിശാചുക്കളുടെ തലവനായ ബെയൂസലേമാണ് പറയുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി അഭിപ്രായങ്ങൾ പറഞ്ഞു. കർത്താവ് പറഞ്ഞ നാട്ടുകാരെന്തേലുമൊക്കെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്തോ പറയുന്നു? ഉടനെ 11 പേരും നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ മൗനമായിട്ടിരുന്നു. ഞങ്ങൾ എതിരെ അഭിപ്രായമൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. പക്ഷെ ഒരാള് ചാടിക്കേറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ. ഒരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ഒറ്റ ഉത്തരത്തിൽ പരീക്ഷ പാസ്സായി. ഒറ്റ ഉത്തരത്തിൽ പരീക്ഷ പാസ്. കർത്താവ്, നീ ഭാഗ്യവാൻ. ഞാൻ ഈ 33.5 വർഷത്തിൽ 3.5 വർഷം ഭാഗ്യവാനെ തപ്പി നടക്കുകയായിരുന്നു കേട്ടോ. 3.5 വർഷമായിട്ട് ഇത് ആർക്കൊന്ന് കൈമാറണം. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ലാസറിനെ കലറെന്ന് വിളിച്ച് ആ താക്കോലെ 10 കുഷ്ഠരോഗിയെ ഒറ്റയടിക്ക് സൗഖ്യമാക്കിയ ആ താക്കോലെ, 38 വർഷത്തെ കുളക്കര കിടന്ന പക്ഷപാതക്കാരനെ എഴുന്നേറ്റ് വീട്ടിൽ പോടാന്ന് പറഞ്ഞ താക്കോലെ, ആ രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയ താക്കോലെ, പോലെ വളഞ്ഞ അമ്മച്ചിയെ നൂർത്തു നിർത്തിയ താക്കോലെ ഒന്ന് കൈമാറിയിട്ട് പോകണ്ടേ? അത് ആർക്ക് ഏൽപ്പിക്കണമെന്നറിയാൻ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. നീ ആടാ ഭാഗ്യവാൻ, താക്കോല് പിടിച്ചോളാൻ പറഞ്ഞു. ഇന്ന് രാത്രി ദൈവം എല്ലാരും നോക്കുന്നുണ്ട് കേട്ടോ. ഈ 3 ദിവസമായി നോക്കിക്കൊണ്ടിരിക്കുക. ഒരു അഭിഷേകം പകരാൻ കൊള്ളാമോ, ഒരു ശുശ്രൂഷ തരാൻ കൊള്ളാമോ എന്ന് ചെറിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നീ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച ഇരിക്കുന്നതെങ്കിൽ ആശീർവാദം പറയും മുമ്പേ ഒരു അധികാരത്തിന്റെ കൈമാറ്റം നിന്റെ മേലെ തരുവാൻ യേശു മതിയായവനാ. വിശ്വാസമുള്ളവര് മാത്രം അക്കരം ഒന്നടിച്ച് ഈ ദൈവത്തെ സ്തുതിച്ച് അസാധാരണമായൊരു ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവർ താക്കോല് കിട്ടി, ശുശ്രൂഷ മുൻപോട്ട് പോയി.
യേശുവിന്റെ ക്രൂശീകരണം അടുത്തപ്പോൾ യേശു ഒരു യാത്രയയപ്പിന്റെ വിടവാങ്ങൽ സന്ദേശം നടത്തുക. യോഹന്നാൻ 13 തിരുമേശയുടെ അധ്യായമാണ്. 14, 15, 16 വിടവാങ്ങൽ പ്രസംഗമാണ്, യാത്രയയപ്പ് യോഗം. 17 മധ്യസ്ഥ പ്രാർത്ഥനയാണ്, മുഴുലോകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ കൂടെ ഉണ്ണുണ്ണിച്ചാന് വേണ്ടിയും PC ചെറിയാനും വേണ്ടിയും പ്രാർത്ഥിച്ചായിരുന്നു. ഒരല്ലേ പറയണം, ഇവിടെ അപ്പനും അമ്മയും ഒന്നും പ്രാർത്ഥിച്ചില്ല, വിഷമിക്കണ്ട. ഉപദേശിയും വിശ്വാസിയും പ്രാർത്ഥിച്ചില്ല, വിഷമിക്കണ്ട. 17 അധ്യായത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. കർത്താവേ, ഇവരിലൂടെ എൻ്റെ ഈ വചനം കേട്ട് വിശ്വാസി വരാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോൾ, കണ്ണന്നുമലയിൽ ഇന്ന് രാത്രി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി 2000 വർഷം മുമ്പേ എൻ്റെ യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച്, ഉലകത്തിലോ ആരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിലും വിഷമിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങള് ഞാൻ വിട്ടുപോകുന്നതിന് വിഷമിക്കരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. 2, എന്നിൽ വിശ്വസിക്കണം. ഹൃദയം കലങ്ങാതിരിക്കാൻ 2 മാർഗം. 1, സകലത്തെയും ഉളവാക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കണം. 2, തൻ്റെ മടിയിൽ പ്രമോദിച്ച പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന യേശുവിനെ വിശ്വസിക്കണം. ഈ വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ വഴിയിലെ ഒരു പ്രതിസന്ധിയും നിനക്ക് ദോഷം ചെയ്യത്തില്ല. അതെല്ലാം തരണം ചെയ്യാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കണം? ഇന്ന് രാത്രിയില് തകർന്ന ഇടിഞ്ഞ മനസ്സുമായി ഉള്ളം കലങ്ങി ആരെങ്കിലും ഈ ശബ്ദത്തിനകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിന്റെ ഹൃദയത്തിന്റെ തകർച്ച മാറ്റാൻ കഴിയുന്ന ഒരുത്തൻ ഇന്ന് രാത്രിയുണ്ട്. നീ ആകെ ചെയ്യേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോയാൽ പിതാവിനോട് പറഞ്ഞ് നിത്യം നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത്. വെള്ളിയാഴ്ച രാവിലെ 10 തൊട്ട് 1 മണി വരെയും ഞായറാഴ്ച രാവിലെ 9 തൊട്ട് 12 വരെ ഇരിക്കുന്ന ഒരു ആത്മാവിനെ അല്ല, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിത്യം നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ ദൈവത്തിന്റെ 3ാമനായ പരിശുദ്ധാത്മാവിനെ വാങ്ങി നിങ്ങളുടെ മേൽ അയച്ചു തരും. ഒരല്ലെ പറഞ്ഞാട്ട്, ഇന്ന് രാത്രി ആരും തുണയില്ലെങ്കിൽ നീ ഓർത്തോണം, കൂടെ നിൽക്കുന്ന ഒരു ആത്മാവുണ്ട് കേട്ടോ. ഏത് പ്രതിസന്ധിയിൽ നിന്നെ കൈവിടാതെ നിന്റെ കൂടെ നിൽക്കുന്ന ആ വലിയ ആത്മ സാന്നിധ്യം ഓർത്ത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു പിടിക്കപ്പെടുന്നു, മരിച്ച് അടക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു, സ്വർഗാരോഹണം ചെയ്യുന്നു. ശിഷ്യന്മാര് കർത്താവിന്റെ വാക്ക് കേട്ട് ഇതേ മാളിക മുറിയിൽ പ്രാർത്ഥനയ്ക്കിരിക്കും. വലിയ വീടാകട്ടോ, വലിയ സംവിധാനമാണ്. അന്നത്തെ കാലത്ത് 120 പേരൊരു ഹോളിലിരിക്കാവുന്ന മനോഹരമായ ഹോള് 3ാം നിലയിലുണ്ട് മർക്കോസിന്. 2ാം നിലയല്ല, 3ാം നിലയിൽ. ഒരു ഹല്ലേലൂയ പറയണം. നമുക്കൊരു കൊച്ചു വീട് കിട്ടിയ നമ്മുടെ ധാരണ ലോകത്തിലെ ഏറ്റവും വലിയ വീട് നമ്മുടെയാണെന്ന്. 2026 വർഷം മുമ്പേ മർക്കോസിന് വലിയ വീടുണ്ട്. ഒലിവുതോട്ടം പുള്ളിയുടെ സ്വന്തമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഈ 120 പേർക്ക് 10 ദിവസം ഉപയോഗിക്കാൻ അവൻ്റെ വീടിനകത്തെ സംവിധാനങ്ങൾ. അവിടുത്തെ അമ്മാമ്മ ആരോഗ്യമുള്ള ആളാണോ അല്ലയോ എനിക്കറിയില്ലെങ്കിൽ ഈ 120 പേർക്ക് രാവിലെ വേണ്ടി ഓരോ കടുങ്കാപ്പി ചായ കൊടുക്കണ്ട. അന്ന് ഡിസ്പോസബിൾ ഗ്ലാസ് ഇല്ലല്ലോ. ഹലോ, ഇതെല്ലാം കഴുകാനും ഒക്കെ അവരുപയോഗിച്ച ആ സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. ഇവരിങ്ങനെ ആത്മാവിനെ കാത്തിരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു കുടുംബം അവരുടെ കൂടെ ഉണ്ടേ. ഈ കുടുംബവും കർത്താവിന് വേണ്ടി ഇത്രയും ക്രമീകരണം ചെയ്യുമ്പോഴേ ഈ മർക്കോസിനെ പ്രസംഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ണുണ്ണിച്ചായ നാളെ തലമുറകൾ പറഞ്ഞോളൂ കേട്ടോ, ആ കൺവെൻഷന് ഞാൻ പോയത് കൊണ്ടാണ് എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. നാളെ ആളുകൾ പറഞ്ഞോളൂ, ഇതൊന്നും ഒരു നഷ്ടക്കച്ചവടമല്ല. നല്ല വല്ലവി പറഞ്ഞേ. അങ്ങനെ ഇവരെ എൻ്റെ പൊന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കാത്തിരുന്നപ്പോൾ ഇവരുടെ മനസ്സിരിക്കുന്നത് മുഴുവൻ സിംഹാസന. സ്തോത്രം. രണ്ടുപേര് ചെന്നപ്പോൾ 12 കസാറയാണ്. 11 കസാറയുള്ള ഒരു കസാറ ഒഴിഞ്ഞു കിടക്കുക. ഒരാൾ ചെയ്ത് ആ കസാറ ഇരിക്കാനുള്ള ആളിനെ തിരഞ്ഞെടുപ്പ് നടത്തുകാരൻ. അവിടെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കാത്തിരുന്നവർ ആദ്യം ചെയ്ത പരിപാടി തെരഞ്ഞെടുപ്പ്. അന്ന് തുടങ്ങിയ ആ തെരഞ്ഞെടുപ്പ്. സ്തോത്രം. സഭകളുടെ മുഴുവൻ ആത്മീയ അന്തരീക്ഷം തകർക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. അന്ന് തുടങ്ങിയതാ.
ഇവരുടെ മനസ്സിൽ സഭ വന്നില്ല, ഇവരുടെ മനസ്സിൽ ദൈവരാജ്യം, 12 സിംഹാസനം, ഇസ്രായേൽ ഗോത്രത്തിൽ 12 ന്യായം വിധിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഞാൻ ഇരിക്കാൻ പറഞ്ഞത് കസാറ ഉണ്ടാക്കാനല്ല, ഞാൻ ഇരിക്കാൻ പറഞ്ഞ ആത്മാവിനെ തരാനാ. അവർക്കത് അല്പം കഴിഞ്ഞു മനസ്സിലായി. അവരപ്പോൾ ഒരുമനപ്പെട്ടു, നേതൃത്വം അങ്ങ് ഒരുമനപ്പെട്ടവരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന അതിൻ്റെ 10 ദിവസം നീണ്ടപ്പോൾ ആത്മാവ് ഏത് രൂപത്തിൽ വരുമെന്ന് ഇവരറിഞ്ഞില്ല. ഇവർ ഞെട്ടിയിരിക്കുമ്പോഴാണ് ഒരു വലിയ സംഭവം, ഒരു വലിയ മുഴക്കം, ഒരു വലിയ കാറ്റ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കൊടിയ കാറ്റ്, ഒരു വലിയ മുഴക്കം, ഇരുന്ന വീട് മുഴുവൻ നിറച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ പ്രത്യക്ഷപ്പെട്ട് ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. ഒരു സ്തോത്രം പറയണം, ഹല്ലേലൂയ. ഇവരെല്ലാവരും അവരുടെ അധരങ്ങളിൽ ഉച്ചരിപ്പാൻ കൊടുത്ത ഭാഷയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. നല്ല ഹല്ലേലൂയ പറയണേ. ഇനി ഇവരുടെ വിദ്യാഭ്യാസം എന്ന് പറയാൻ പോവാം. കർത്താവ് ഈ തെരഞ്ഞെടുത്തവരെല്ലാം ഗലീലക്കാരാണ്. എവിടുത്തുകാരാണ്? ഗലീലക്കാരാണ്. യഹൂദന്റെ ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഈ രാജ്യം ഒരു 3 പ്രവിശ്യകളാണ്. അങ്ങ് തെക്ക് യഹൂദിയ, മധ്യഭാഗത്ത് ശമരിയ, ഇങ്ങ് വടക്കേ അറ്റത്ത് ഗലീല. ഗലീല എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട്. ഈ ലെബനോൻ പർവ്വത നിരകളിൽ നിന്നും ഹെർമോന്യ പർവ്വത നിരകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളച്ചാലുകൾ ഒഴുകി താഴേക്ക് വരുമ്പോൾ ഒരു നദിയായി മാറുകയാണ്. ആ നദിയുടെ പേരാണ് യോർദാൻ. പ്രൈസ് ദി ലോർഡ്. ആ യോർദാൻ യഹൂദിയുടെ നടുക്കൂടെ ഒഴുകി ശമരിയുടെ നടുക്കൂടെ ഒഴുകി ഗലീലയിൽ വരുമ്പോൾ ഒരു തടാകമായി മാറുകയാണ്. ഏതാണ്ട് 13.5 മൈൽ നീളമുള്ള, 3.5 മൈൽ വീതിയുള്ള, 150 അടി താഴ്ചയുള്ള ഒരു വലിയ ശുദ്ധജല തടാകമായി ഈ യോർദാൻ മാറുകയാണ്. അതിനെ ആ നാട്ടുകാർ തടാകമെന്നല്ല വിളിച്ച്, കടലെന്നാ വിളിച്ച്. ഗലീലക്കാര് ഗലീല കടലെന്ന് വിളിച്ചു. തിബിരിയാസ് കൈസര് ഗലീല നാടുവാണതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് നിൽക്കാൻ വേണ്ടി കുറച്ചു പേര് തിബിരിയാസ് കടൽ എന്ന് പേരിട്ടു. നമ്മുടെ പാട്ടുപാടുന്ന മധുരഗായകനായ ദാവീദിന്റെ ഓർമ്മയ്ക്ക്, കയ്യിലിരുന്ന കിന്നരത്തിന്റെ ഓർമ്മയ്ക്ക് ഈ കടലിന് കിന്നോരോത്തൊന്ന് പേരിട്ടു. ഹല്ലേലൂയ. ബെത്സയിദ അടുത്തായതുകൊണ്ട് കുറച്ചു പേർ ഇതിനെ ബെത്സയിദ കടല് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ഗദരദേശം തൊട്ടടുത്തായതുകൊണ്ട് ചിലരൊക്കെ ഇതിനെ ഗന്നസരേത്ത് എന്ന് പറഞ്ഞു. എല്ലാം ഒന്നാണ്. അവിടെ 5-6 നദി കടലും ഒന്നുമില്ല, ആകെ ഒരെണ്ണമേ ഉള്ളൂ. അതിനെ കുറച്ചു പേര് ഗലീല എന്ന് വിളിച്ചു, ചിലർ തിബിരിയാസ് എന്ന് വിളിച്ചു, ചിലർ ബെത്സയിദ എന്ന് വിളിച്ചു, ചിലർ കിന്നരോത്ത് എന്ന് വിളിച്ചു, ചിലർ ഗന്നസരേത്ത് എന്ന് വിളിച്ചു. എല്ലാം ഒറ്റ തടാകം. ഒരല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഈ ഗലീലക്കാര് ജീവിക്കുന്നത് ഈ ഗലീല കടലിലെ മത്സ്യത്തെയൊക്കെ പിടിച്ച് ഉപജീവിക്കുന്ന ആളുകളാണ്. വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളെല്ലാം താമസിക്കുന്നത് അങ്ങ് യഹൂദയിലാണ്. അതൊരു സ്റ്റാൻഡേർഡുള്ള സ്ഥലമാണ്. സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി, ഹില്ലേലിന്റെ ഉൾപ്പെടെയുള്ള വലിയ യൂണിവേഴ്സിറ്റികൾ അവിടെയാണ്. ദൈവത്തിന്റെ മനോഹരമായ ആലയം, അത്ഭുതങ്ങളിലൊന്നായ ആലയം അവിടെയാണ്. രാജാവിന്റെ കൊട്ടാരം അവിടെയാണ്. അപ്പങ്ങളുടെ നഗരം അവിടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഉയരം കൊണ്ട് മനോഹരം അവിടമാണ്. ഒരല്ലേലൂയ പറഞ്ഞേ. അപ്പൊ അവിടെ ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ താമസിക്കുന്ന, അവർക്ക് എബ്രായ ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ഗ്രീക്ക് ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അരാമ്യ ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. പിന്നെ റോമൻ ഗവൺമെന്റ് ഭരണം ഏറ്റെടുത്തത് കൊണ്ട് ഇപ്പൊ റോമൻ ഭാഷയും കുറേശ്ശെ പറയും. ഒരല്ലേലൂയ പറഞ്ഞേ. ശമരിയക്കാർ ഒട്ടും മോശമല്ല, അവർക്കും ഭാഷകൾ അറിയാം. പക്ഷെങ്കിൽ ഈ ഗലീലക്കാർക്ക് ആകെ അറിയാവുന്ന ഭാഷ അരാമ്യ ഭാഷ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ കൊച്ചിയിൽ ഒരു കൂട്ടരുണ്ടായിരുന്നു കൊങ്കണി ഭാഷ പറയുന്നവര്. അടുത്ത കാലത്ത് ലിപി ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഏക്കാനിനെ മുഖ്യമന്ത്രിയായ കാലത്ത് ആ കൊങ്കണി ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞതുപോലെ വലിയ പ്രചാരമില്ലാത്ത അരാമ്യ ഭാഷ സംസാരിക്കുന്നവരാണ് ഈ ഗലീലയിൽ. പക്ഷേ നമ്മുടെ കർത്താവ് ക്രൂശി കടന്നുകൊണ്ടും പറഞ്ഞത് അരാമ്യ ഭാഷയാ. എലി എലി ലിമ്മ ശബത്താനി എന്ന് പറഞ്ഞത് അരാമ്യ ഭാഷ. ഒരല്ലേലൂയ പറഞ്ഞേ. കർത്താവ് സ്നേഹിച്ചൊരു ഭാഷയാണ് അരാമ്യ ഭാഷ. അപ്പൊ ഈ അരാമ്യ ഭാഷ അറിയാവുന്ന ആളുകളെയാണ് ഭൂരിപക്ഷം പേരെ കർത്താവ് ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. കർത്താവിന്റെ 35-36 അത്ഭുതങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയതില് 19 അത്ഭുതങ്ങൾ നടന്നത് ഈ ഗലീലയിലാണ്. പ്രൈസ് ദി ലോർഡ്.
ഒന്നാമത്തെ അത്ഭുതം നടന്നത് പച്ചവെള്ളം വീഞ്ഞാക്കിയത് ഗലീലയിലെ കാനാവില. പ്രൈസലോ, ഞാൻ എൻ്റെ സഭ പണിയുമെന്ന് കർത്താവ് പരസ്യമായി പറഞ്ഞത്, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞത് ഈ ഗലീലയിൽ വെച്ച. ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് ഈ ഗലീലയില. ഒരല്ലേലൂയ പറയണം. ഏറ്റവും ഒടുവിലത്തെ അത്ഭുതം അല്ലെ, 153 വലിയ മത്സ്യത്തെ തിബരിയാസിൽ പിടിച്ച് കരയ്ക്ക് കയറ്റിയ ഒടുവിലത്തെ അത്ഭുതം ചെയ്തതും ഈ ഗലീലയില. തുടക്കം ഗലീലയില, ഒടുക്കവും ഗലീലയിലായിരുന്നെങ്കിൽ ഗലീലയെ കർത്താവ് വളരെ സ്നേഹിച്ചു. അല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലേലൂയ. അപ്പൊ ഇവിടും തെരഞ്ഞെടുത്തവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി, കുറച്ച് വഴി വീണ് പറവ് കൊത്തിക്കൊണ്ടുപോയി, കുറച്ച് മുള്ളിനിടെ വീണ് മുള്ളു ഞെരുക്കിയത് കൊണ്ട് അത് വളർന്നില്ല, കുറച്ച് പാറസ്ഥലത്ത് വീണു, അധികം വേരില്ലാഞ്ഞത് അത് ഉണങ്ങിപ്പോയി, കുറച്ച് നല്ല സ്ഥലത്ത് വീണു, 30, 60, 100 മേനി. നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായിരുന്നു? കൈപോയി. നിങ്ങൾക്കെല്ലാം മനസ്സിലായി. കണ്ണനും മണ്ണുകാർക്ക് മനസ്സിലായി. സ്തോത്രം. ഞാൻ എൻ്റെ ഹീബ്രു പറയണ്ടല്ലോ. പക്ഷേ ഗലീലക്കാർക്ക് മനസ്സിലായില്ല. കണ്ണനും മണ്ണുകാർക്ക് മനസ്സിലായി. ഗലീലക്കാർക്ക് അവർ വൈകിട്ട് വന്ന് രഹസ്യമായിട്ട് ചോദിക്കും, കർത്താവെ പകല് പറഞ്ഞ എന്തോ എനിക്ക് മനസ്സിലായില്ലെന്ന്. പകല വിത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് അതായിരുന്നു അവരുടെ വിദ്യാഭ്യാസം. നിങ്ങൾ അല്ലല്ലേ പറഞ്ഞില്ല? ഫ്രൈസലോ, ഇത്ര ലളിതമായി പറഞ്ഞിട്ട് പോലും അവർക്ക് എന്ത് ചെയ്യത്തില്ല. ഫ്രൈസലോ. എന്നാൽ ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ള രാത്രി വീട്ടിൽ വന്നായിരുന്നു. ഒന്ന് അപ്രിസിയേഷൻ ചെയ്യാൻ വന്നതാ. പകല കാനാവിലെ പച്ചവെള്ളം വീഞ്ഞാക്കിയത് ഭയങ്കര സംഭവമാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വലിയ അത്ഭുതം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയത്തില്ല. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കാന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. ആ കാര്യമായിട്ട് വീട്ടിൽ വന്ന് അല്ലിയ ഒരു കൺഗ്രാജുലേഷൻ പറയാൻ വന്ന അവനെ വേണമെങ്കിൽ ഒന്നാമത്തെ ശിഷ്യനാക്കാമായിരുന്നു. പുള്ളി പഠിപ്പിക്കുന്ന ആളൊക്കെ അല്ലേ, ശാസ്ത്രിയൊക്കെ അല്ലേ. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് നീ പോയി പുതുതായി ജനിക്കാൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു തിരഞ്ഞെടുത്തു. അല്ലല്ലേ പറയണം. ഞാനിങ്ങനെ കൂടെ ചോദിച്ചത്, കർത്താവേ ഈ യോഗ്യന്മാരായവൻ രാത്രി വന്നിട്ട് അവനെ വീണ്ടും ജനിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇവരെ തിരഞ്ഞെടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞ കുഞ്ഞെ, ജ്ഞാനികളെ രക്ഷിപ്പിക്കാൻ ഞാൻ പോഷത്വമായനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാ. ഇന്ന് രാത്രിയിലും ദൈവം ആരെയൊക്കെയോ കണ്ട് തിരഞ്ഞെടുത്തോണ്ടിരിക്കുക കേട്ടോ. ജ്ഞാനികളെ രക്ഷിപ്പിക്കാൻ അർഹതയില്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവം, ബലവാന്മാരെ രക്ഷിപ്പിക്കാൻ ബലഹീനമാരെ തിരഞ്ഞെടുക്കുന്ന ദൈവം ഈ രാത്രി ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇവരുടെ ഭാഷാ പരിമിതിയൊക്കെ എന്റെ കർത്താവിനെ അറിയാവുന്ന. കർത്താവ് പറഞ്ഞു, ഈ എൻ്റെ കൂടെ 3.5 വർഷം നടന്നു എന്നും പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയ്ക്കൊന്നും ഇറങ്ങരുത്. ഞാൻ ഊതിയപ്പോൾ നിങ്ങൾക്കൊരു ആത്മശക്തി കിട്ടിയെന്നും പറഞ്ഞ് ശുശ്രൂഷയ്ക്ക് പോകരുത്. കാത്തിരുന്ന് എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കണം. അവരങ്ങനെ കാത്തിരുന്ന് ആരംഭത്തിൽ കസാറയൊക്കെ ഫില്ല് ചെയ്തെങ്കിലും അന്ന് കസാറ വെച്ചല്ലാതെ പിന്നെ കണ്ടിട്ടില്ല. സായി പാസ്റ്ററിനെ കണ്ടുണ്ടോ? ആളിനെ മത്തിയാസിനെ കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒരല്ലേ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഇവർക്ക് ആത്മാവ് അങ്ങോട്ട് ഇറങ്ങി. ആത്മാവ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പ്രാബല്യത്തിലുള്ള 10-16 രാജ്യക്കാരുടെ ഭാഷയിൽ ഇവർ സംസാരിച്ചു. സ്തോത്രം പറയണം. ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെ സ്റ്റാൻഡേർഡ് മാറി. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ശ്രദ്ധിച്ചേ, ആത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്റെ ലെവൽ ഈ രാത്രി മാറും. ദൈവത്തിന് വേണ്ടത് കുറെ പെന്തക്കോസുകാരെ അല്ല. ദൈവത്തിന് വേണ്ടത് വിശ്വാസമില്ലാത്ത കുറെ വിശ്വാസിയല്ല. ദൈവത്തിന് വേണ്ടത് ആത്മാവിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയാ. സഭയ്ക്കകത്ത് ആത്മാവ് ചലനം തുടങ്ങിയാൽ പട്ടണങ്ങൾ കീഴ്മേൽ മറിയുന്നത് പോലെ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അടിയറ വെച്ച് ദൈവം ജനത്തെ വിടുവിക്കുമെന്ന് ഈ രാത്രി വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് രാത്രി ആത്മാവിൽ പ്രതികരിച്ച്, പ്രിയരേ, യേശുവിന്റെ ആത്മാവുള്ളതാ സഭ. നമുക്കരമുയർന്ന് നല്ലൊരു ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. അവിടെ അറബിക്കാരും ലിബിയക്കാരും എല്ലാം വന്നെന്ന് അവരോടെല്ലാം 10 വിത്തിന്റെ കഥ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത പത്രോസ പ്രസംഗിച്ചേ. ഹല്ലേലൂയ. അപ്പൊ അറബിക്കാരനോട് പത്രോസ് അറബി പ്രസംഗിച്ചു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നീ രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവാന്ന് പത്രോസ് പ്രസംഗിച്ചു. കേട്ട ഇത്രയും രാജ്യക്കാരില് 3000 പേര് രക്ഷിക്കപ്പെട്ടു.
അവിടെ 3000 പേരാ വന്നെന്ന് തെറ്റിദ്ധരിക്കരുത്. അവിടെ 30,000 പേരോ 3 ലക്ഷം പേരോ വന്ന പെന്തക്കോസ് പെരുന്നാളല്ലേ, ഇത്രയും രാജ്യത്തുനിന്ന് വന്നേക്കുകയല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് 50,000 പേരുടെ പന്തലുണ്ടാക്കി. പക്ഷെ 5 പന്തലിൽ കൊള്ളാത്ത ആള് വന്നു. MLA-മാർക്ക് പോലും സീറ്റ് കിട്ടിയില്ല. എന്തോ ബഹളമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഹല്ലേലൂയ. പെന്തക്കോസ് പെരുന്നാളിന് ആള് വന്നേക്കുകയല്ലയോ. ഇവരെല്ലാം കൂടി മുഴക്കം കേട്ട് ഓടിക്കൂടി. സഭയിൽ ആള് കൂടണമെങ്കിൽ സഭയ്ക്കകത്ത് മുഴക്കം കേൾക്കണം. അത് ആത്മാവിന്റെ മുടക്കമായിരിക്കണം. സന്തോഷമുള്ളവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. സഭയ്ക്കകത്ത് കേൾക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമാ. ദൈവാത്മാവിന്റെ ശബ്ദം മുഴങ്ങിയാൽ സഭകളിൽ ആത്മാക്കൾ കൂടി വരുമെന്ന് വിശ്വസിക്കുന്നവര് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാമേ. ഈ ആദമേ നീ എവിടെ എന്ന് ദൈവം വിളിക്കുന്നതിന് മുമ്പും ആദാം ആ തോട്ടത്തിലുണ്ട്. ആദാം ദൈവം വിളിച്ചപ്പോഴല്ല നഗ്നനായേ. അമ്മാമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഫ്രൂട്ട്സ് കൊടുത്തപ്പോഴേ അച്ഛൻ നഗ്നനായതാ. ഹലോ, അമ്മാമ്മ രാവിലെ പാമ്പിന്റെ സഹായത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഫ്രൂട്ട്സ് കൊടുത്തപ്പോഴേ വെള്ളം വേണ്ടച്ചാ ഫ്രൂട്ട്സ് കൊടുത്തപ്പോഴേ അച്ഛൻ നഗ്നനായി. എൻ്റെ കൂടെ നോക്കില്ലല്ലോ. പ്രൈസലോ. പക്ഷെ പുള്ളി അറിഞ്ഞില്ല നഗ്നനാണെന്നുള്ള കാര്യം. പുള്ളി അറിഞ്ഞില്ല. എപ്പോഴാണ് അറിഞ്ഞത്? ദൈവത്തിന്റെ ശബ്ദം തോട്ടത്തിൽ കേട്ടപ്പോൾ താൻ നഗ്നനാന്ന് മനസ്സിലായി. നമുക്ക് പലർക്കും പാപബോധം ഉണ്ടാകാത്തത് പാപം ചെയ്യാഞ്ഞിട്ടല്ല, സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. തമ്പേറിന്റെ ശബ്ദമുണ്ട്, ഓർഗന്റെ ശബ്ദമുണ്ട്, റിതംബാറിന്റെ ശബ്ദമുണ്ട്, 5000 വാട്സ് ഉപദേശയുടെ ശബ്ദമുണ്ട്. പലയിടത്തും ദൈവത്തിന്റെ ശബ്ദമില്ല. സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിയാൽ ജനത്തിന് പാപബോധമുണ്ടാകും. ഈ ദിവസങ്ങളിൽ സഭകളിൽ കേൾക്കേണ്ടത് ജഡത്തിന്റെ ശബ്ദമല്ല, മനുഷ്യന്റെ ശബ്ദമല്ല, അന്യ ദൈവത്തിന്റെ ശബ്ദമാണ്. സന്തോഷം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ 30,000-ഓ 3 ലക്ഷമോ പേര് വന്നതിൽ ആരാധന ആത്മാവിൽ കേട്ടപ്പോൾ അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങള് ഇത് പ്രാപിക്കാൻ എന്ത് ചെയ്യണം? സ്തോത്രം. അപ്പൊ പത്രോസ് എഴുന്നേറ്റ് മറുപടി പറഞ്ഞല്ല, അത് പ്രസംഗിച്ചല്ല. ഇന്ന് വൈകിട്ട് സുപ്രസിദ്ധനായ ലോകപ്രശസ്ത സുവിശേഷകൻ ശീമോൻ എന്നറിയപ്പെടുന്ന പത്രോസ് പ്രസംഗിക്കുമെന്നൊന്നും പറഞ്ഞല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നാട്ടുകാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ എഴുന്നേറ്റതാ. എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ അവരിൽ 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചെന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. വന്നു കൂടുന്നവരുടെ എല്ലാം പേരെഴുതാനല്ല ഈ പുസ്തകം. വന്നു കൂടുന്നവരിൽ വചനമനുസരിച്ച് കൽപ്പന പ്രമാണിക്കുന്നവരുടെ പേരെഴുതാനാ ഈ പുസ്തകം. ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരെല്ലാം സന്തോഷത്തോടെ കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരുടെ മനസ്സിൽ നിന്ന് ദൈവരാജ്യം എന്നുള്ളത് മാറി. ഇപ്പോഴാണ് അവർക്ക് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ചുള്ള സഭ എന്ന കാര്യം ഓർമ്മ. സഭ ഉദ്ഘാടനം ചെയ്തത് പ്രസിഡന്റോ സൂപ്രണ്ടോ ഡയറക്ടറോ ഒന്നുമല്ല, ജനറലോ ലോക്കലോ സെൻട്രോ അല്ല. സഭ ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധാത്മാവാണ്. ഒരല്ലുലിയ പറയണം, നല്ല അല്ലുലിയ പറയണം. ഹല്ലേലൂയ. സഭ നടത്തിയത് പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. നമ്മുടെ അനന്യാസ് പാപം ചെയ്തപ്പോൾ ന്യായവിധി നടത്തിയത് പത്രോസ് ഉപദേശിയല്ല. അല്ലെ, പത്രോസ് ചോദിച്ചു, അനന്യാസെ പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ വന്ന് മരിച്ചടക്കി 3 മണിക്കൂർ കഴിഞ്ഞ കൊച്ചമ്മ യോഗത്തിന് വന്നത് സഫീറ. കൊച്ചമ്മ വന്നപ്പോ ചോദിച്ചു, സഫീറയെ അച്ഛനും നീയും കൂടെ ആത്മാവിനെ വഞ്ചിക്കാൻ തമ്മിൽ ഒത്തോ എന്ന് ചോദിച്ചപ്പോ അവളും ചത്തു. അന്ന് സഭ നടത്തിയത് ആത്മാവ്. ഒരല്ലേലൂയ പറയണം. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് വരാറായതുകൊണ്ട് സഭ വീണ്ടും ആത്മാവ് ഏറ്റെടുക്കണം. ആത്മാവ് സഭ ഏറ്റെടുത്താൽ പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ കർത്താവിനെ ആരാധിക്കട്ടെ. സഭ ഈ ദിനങ്ങളിൽ ആത്മാവിനാൽ നടത്തപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ചുമ്മാ ബഹളം വെക്കുക, അവര് നൂജന അവിടോട്ടെല്ലാം പോവാന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ആത്മാവ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ണു കടിച്ചിട്ട് നമ്മൾ ഭാഷമാരിങ്ങനെ 3-ാം വർഷം പോകുന്നു, വരുന്നു പോകുന്നു. വിശ്വാസി 16 ഇപ്പോഴും 16 ഉള്ളല്ലോ.
നട്ടപ്പോൾ ഒരു കൊട്ട ഒന്നും മിണ്ടുന്നില്ല. പറിച്ചപ്പോഴും പറയെല്ലാരും കൂടെ എന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കാം. ഇവിടെ മറ്റടുത്ത് ആഴ്ച രാജ്യ സ്നാനമാണ്. നീ ഇതിനെ കണ്ണു കടിക്കുന്നു. നീ ആത്മാവിനെ ഇന്ന് പ്രാപിച്ചേ. നമ്മുടെ സഭയ്ക്കകത്ത് ആത്മാവിന്റെ ആരാധന വെളിപ്പെടുത്തിക്കേ. പട്ടണത്തിലെ പിശാച് അടിയറ പറയും. അത് ഇസബേലി ശക്തി ആയാലും, അത് ദാഹോന്റെ ശക്തി ആയാലും, അത് അർത്തമീസിന്റെ ശക്തി ആയാലും, ഏത് മലദൈവ ശക്തിയായാലും, പട്ടണഭൂതമായാലും ആത്മാവിനെ വെട്ടും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കണം. പരിശുദ്ധാത്മാവി സഭ ചലിക്കാൻ തുടങ്ങിയാൽ എല്ലാ മലദൈവ ശക്തികൾ അടിയറ പറയും. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. നല്ല ആരോഗ്യത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം, പാപബോധം ഉണ്ടാകുന്ന ആരാധന, ആത്മതപനമുണ്ടാകുന്ന ആരാധന, ഏറ്റുപറച്ചിലുണ്ടാകുന്ന ആരാധന, പൊട്ടിക്കരച്ചിലുണ്ടാകുന്ന ആരാധന, തമ്മി നിരപ്പ് പ്രാപിക്കുന്ന ആരാധന, ക്ഷമ ചോദിക്കുന്ന ആരാധന നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവരിനകത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പണ്ടത്തെ പോലെ ഒരു നല്ല ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ഇത് പ്രാപിച്ചിട്ട് ആദ്യം യെരൂശലേമിലും, പിന്നെ യഹൂദയിലും, പിന്നെ ശമരിയിലും, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം പോയി. ബന്ധിക്കോസുകാരെ ഉണ്ടാക്കാനല്ല പറഞ്ഞു. ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളെയും കർത്താവിന് വേണ്ടി കുറെ ശിഷ്യന്മാരെയാ. ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നു എനിക്ക് ശിഷ്യനാകണമെന്ന്? പ്രാർത്ഥിക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവേ, അല്ലെങ്കിൽ മറ്റൊന്നും വേണ്ട, നിന്റെ ശിഷ്യനായിട്ടിരിക്കാൻ ഞാൻ കൊതിക്കുക. എത്ര പേര് രാത്രി സമർപ്പിക്കും? കർത്താവേ, നിന്റെ ശിഷ്യനാകാൻ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പേരിന് അല്ലെ ഒരു വിശ്വാസിയായിട്ടിരുന്ന് ഉണങ്ങി വിശ്വാസിയായിട്ട് വന്ന് കുതിർന്ന വിശ്വാസിയായി ജീവിച്ച് തകർന്ന് മരിക്കാനല്ല, ഒരു ശിഷ്യനായി തീരാൻ ഈ രാത്രി ദൈവം ആഗ്രഹിക്കുക. ഏറ്റെടുക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഈ മൂന്നാമത്തെ രാത്രിയിൽ ഈ സ്ഥലത്ത് നിന്ന് കുറെ ശിഷ്യൻ എഴുന്നേൽക്കട്ടെ. അപ്പൊ ലോകം 3 കൂട്ടരാന്ന് ഞാൻ പറഞ്ഞു. 3 ജാതികളാന്ന് ഞാൻ പറഞ്ഞു. 1 യഹൂദൻ, 2 യവനൻ, 3 ദൈവസഭ. 3 കൂട്ടർ കാത്തിരിക്കുകയാണ് കർത്താവിന്. 3 കൂട്ടര്. 1 യഹൂദൻ എന്ന സ്വന്തം ജനം നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്നത് ഞങ്ങളുടെ മശിഹ വരണം. ആര് വരണം? മശിഹ വരണം. ഒരു തച്ചന്റെ മകൻ വന്നു, ഞങ്ങൾ അവനെ തല്ലിക്കൊന്നു. അത് മശിഹയാണ്. അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഒരല്ലേ പറയണം. മരിച്ചതൊരു തച്ചന്റെ, അതിനപ്പുറത്തുള്ള പരിഗണനയൊന്നും അവർക്കില്ല. അവരിപ്പോഴും തല നെറ്റി കൊണ്ട് ഇടിച്ച് വിലാപമതിൽ പ്രാർത്ഥിക്കുന്ന മശിഹയെ വരണേ, മശിഹയെ. പക്ഷെ അവരിനി ഒരു ദിവസം കാണുമ്പോഴാണ് ഞങ്ങളെ ക്രൂശിച്ചു കൊന്ന മശിഹ ആയിരുന്നു കർത്താവെന്ന് മനസ്സിലാകുന്നത്. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. ഒരല്ലേ പറയണം. ഞാൻ സമയമുണ്ടേ മടങ്ങി വരാം. രണ്ടാമത്തെ ഒരു കൂട്ടര് അല്ലെ, ക്രിസ്തു അല്ലാത്തൊരു എതിർ ക്രിസ്തു, അധർമ്മമൂർത്തി. ഒരല്ലേ പറയണം. അധർമ്മമൂർത്തി, എതിർ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പഴയ പാമ്പായ വിദ്രുത സർപ്പം വെളിപ്പെടുന്നത് കാണാൻ ലോകം മുഴുവൻ ലോകം കാത്തിരിക്കുക. 3-ാമത്തെ കൂട്ടര് മണവാളനായ കർത്താവിന്റെ വരവ് കാത്തിരിക്കുക. ഒരല്ലേ പറയണം. ഇന്ന് രാത്രി നീ ഇതിനകത്ത് ഏത് ഗ്രൂപ്പിലാ? മണവാളനെ കാത്തിരിക്കുന്ന ഗ്രൂപ്പിലോ, എതിർ ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ഗ്രൂപ്പിലോ, അതോ മശിഹയെ കാത്തിരിക്കുന്ന യഹൂദന്റെ ഗ്രൂപ്പിലോ എന്ന് സ്വയം ഒരു ശോധന കഴിക്കേണ്ട ദിവസങ്ങളാണ് കേട്ടോ. കാത്തിരിക്കുന്നവൻ ഇന്ന് രാത്രി വിളക്കിൽ എണ്ണയൊക്കെ നിറച്ച് കാത്തിരുന്നോണം. ഏതർദ്ധരാത്രിക്കും മണവാളൻ വരുന്നു എന്ന ആർപ്പുവിളി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിളക്കിൽ എണ്ണയുള്ളവർ മാത്രം അകത്ത് കയറി, ബാക്കി എല്ലാവരും പുറത്ത് തള്ളപ്പെടാൻ പോകുന്നത് കൊണ്ട് നീ തള്ളപ്പെടുന്നവരുടെ ഗണത്തിലാകരുത്, അകത്ത് പ്രവേശിക്കുന്നവരുടെ ഗണത്തിലാകണം. സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. എത്ര വർഷം ഇരുന്നെന്നുള്ള വിഷയം, രാജാവ് വരുമ്പോൾ കല്യാണ വസ്ത്രം ധരിച്ചവനായിരിക്കണം. ഹല്ലേലൂയ.
ഈ രാജാവിന്റെ മകന്റെ കല്യാണത്തിന് ക്ഷണിച്ചപ്പോളേ, കല്യാണം തീരുമാനിച്ചപ്പോളേ വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചു. എൻ്റെ ഏക മകന്റെ കല്യാണമാണ്. അത് കർത്താവ് വരാൻ താമസിച്ച 2026 മെയ് മാസം 27-ാം തീയതി ഇന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കുമെന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അതുപോലെ അറിയിച്ചു. ഇത് അറിയിക്കാൻ വേണ്ടി ദാസന്മാരെ അയച്ചു. നമ്മുടെ ഇന്നത്തെ ഭാഷ ഉപദേശിമാരെ അയച്ചെന്നിരുന്നോട്ട് ദാസന്മാരെ അയച്ചു. ദാസന്മാരി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ രാജാവിൻ്റെ മോൻ്റെ കല്യാണമാണ് ഇന്ന വർഷം ഇത്ര മാസം ഇന്ന തീയതി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കാൻ പോവുകയാണ്, വരണം. അവരെല്ലാം നോട്ട് ബുക്കിനകത്ത് എഴുതി, അവരുടെ ഡയറിക്കകത്ത് കുറിച്ചു, കല്യാണ ദിവസം എഴുതി. കല്യാണ ഡേറ്റിൻ്റെ എല്ലാം ഒരുങ്ങിയപ്പോൾ ഈ ദാസന്മാരെ രണ്ടാമത് വിട്ടു പറഞ്ഞു, അന്ന് വിളിച്ചവരെയെല്ലാം ക്ഷണിക്കാൻ പറഞ്ഞു. വിളിച്ചവരെല്ലാം ക്ഷണിക്കാൻ പറഞ്ഞു. വിളി വേറെ ക്ഷണം വേറെ. ഒരല്ലേ പറയണം. ഇത് ഇന്ന് രാത്രി ക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, വിളിക്കാൻ ഇനി സമയമില്ല. വിളിച്ചവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഒരല്ലേ പറയണം. അപ്പൊ ക്ഷണിക്കാൻ ചെന്നപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ക്ഷമിക്കണം, സോറി ഉണ്ട്, ഞാൻ ഒരു 5-6 കാളന്മാരെ മേടിച്ചു, അത് കണ്ടം പൂട്ടാൻ കൊള്ളാമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് കല്യാണത്തിന് വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. ഇവന് വേണ്ടി പ്രത്യേക ഡൈനിങ് ടേബിൾ ശരിയാക്കി ഇട്ടേക്കുക. പക്ഷെങ്കിൽ ഇവന് കാളയുടെ പേര് പറഞ്ഞ് വിളി ഒഴിവാക്കി. സ്തോത്രം. ഇവൻ എന്തോ ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം നമ്മളൊക്കെ കാളെ മേടിച്ചാൽ നോക്കിയിട്ട് മേടിക്കും, ഇവൻ മേടിച്ചിട്ട് നോക്കാൻ പോയാണ്. അപ്പോൾ ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇവനുണ്ട്. ഹലോ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ അവൻ്റെ അടുക്ക് ചെന്നു, വിളിച്ചവനെ ക്ഷണിക്കാൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസം കൊണ്ട് നടന്നതേ ഉള്ളൂ, പെട്ടെന്നായിരുന്നു എല്ലാം നടന്നത്, കോവിഡ് ആയതുകൊണ്ട് എല്ലാവരെയും വിളിക്കാനൊന്നും ഒത്തില്ല, അതുകൊണ്ട് സോറി ഉണ്ട്, പെട്ടെന്ന് നടന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രീ ടിക്കറ്റ് കിട്ടും, കുളു മണാലി വഴി മലേഷ്യ പോയി തിരിച്ചു വരാവുന്ന ടിക്കറ്റാണ്, അതിന് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ അങ്ങോട്ട് പോവയാന്ന് പറഞ്ഞ് അവർ കല്യാണക്കാര്യം പറഞ്ഞ് ഒഴിവാക്കി. സ്തോത്രം. മൂന്നാമത്തെ കൂട്ടടുക്ക് ചെന്ന് പറഞ്ഞു, ഒരു അല്പം വസ്തു മേടിച്ചു, ഇപ്പോഴാകുമ്പോൾ നല്ല വില കുറച്ച് കിട്ടും, ഷീറ്റിന് വില കുറഞ്ഞിട്ട് ഭൂമിക്ക് വലിയ വിലയൊന്നും ഇല്ല, അതുകൊണ്ട് ഒത്തു കിട്ടിയപ്പോൾ മേടിച്ചാണ് നോക്കാൻ അവനും ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട്, മേടിച്ചിട്ട് നോക്കാൻ പോയോനാ. ഹലോ, ഒന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവർ തിരിച്ചു വന്ന് പറഞ്ഞു, യജമാനെ സോറി ഉണ്ട്, ഞങ്ങൾ വിളിച്ചവരെല്ലാം പോയി ക്ഷണിച്ചോമാരെല്ലാം ഓരോ കാരണം പറഞ്ഞു. ഒരുത്തൻ പെണ്ണുകാര്യം പറഞ്ഞു, മറ്റോ മണ്ണ് കാര്യം പറഞ്ഞു, അടുത്ത പൊന്നുകാര്യം പറഞ്ഞു, വിളിച്ചോരെല്ലാം വിളി നിഷേധിച്ചെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാധനമെല്ലാം കൂടെ നമ്മുടെ എരുവേലിലെ അനാഥാലയത്തിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ ആളല്ല നമ്മുടെ യജമാനൻ. സ്തോത്രം പറയണം. യജമാനൻ ഉണ്ടാക്കി കസാറ ഇട്ടേക്കല്ലേ. യജമാനൻ പറഞ്ഞു, ഇനിയും വിളിച്ചോമാരെ ക്ഷണിക്കേണ്ട, അത് വിട്ടേക്കാൻ പറഞ്ഞു. വിളിച്ചോമാരെ ക്ഷണിക്കേണ്ട, വിട്ടേര്. പിന്നെ ഈ ചന്തസ്ഥലത്തും വഴിയോരത്തും വേലിക്കരികിലും ഒക്കെ മെനക്കെട്ട് നിൽക്കുന്ന പുള്ളികളുണ്ടല്ലോ, ഹല്ലേലൂയ, അംഗഹീനര്, മുടന്തര്, സൗന്ദര്യമില്ലാത്തവര്, അപ്പന് വേണ്ടാത്തവര്, അമ്മയ്ക്ക് വേണ്ടാത്തവര്, നാട്ടുകാർക്ക് വേണ്ടാത്തവരുണ്ടല്ലോ, അവനെല്ലാം പോയി വിളിച്ചോവാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച കൂട്ടത്തിലാ ഉണ്ണിച്ചാരും PC ചെറിയാനും ഒക്കെ അകത്തു വന്നത്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് അർഹത കൊണ്ട് വന്നതല്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ചെറിയ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. രാജാവ് വിളിച്ച രാജാവിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചോരെയാ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സത്യം, നിങ്ങളെ ആരെങ്കിലും വിളിച്ചോ? അല്ല, ആരെങ്കിലും വിളിച്ചോ? എന്നെ വിളിച്ചില്ല. അതിനൊക്കെ വേറെ ആളുണ്ടെന്ന് വിളിക്കാൻ. പക്ഷെ അവർ രാഹുൽ ഗാന്ധിയെ വിളിച്ചു, ഖാർഗെ വിളിച്ചു, സോണിയാഗാന്ധിയെ വിളിച്ചു, അല്ല കണ്ണനും മന്നുകാരെയൊന്നും വിളിച്ചില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ രാജാവ് വിളിക്കുമ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡുള്ളവർ എന്ത് ചെയ്യുന്നേ? വിളിക്കുന്നേ. കർണാടക മുഖ്യമന്ത്രിയെ വിളിച്ചു, തെലങ്കാന മുഖ്യമന്ത്രിയെ വിളിച്ചു, റാന്നിയിലെ പാസ്റ്ററെ വിളിച്ചില്ല, മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മാന്യന്മാർ വിളി നിഷേധിച്ചപ്പോ പറഞ്ഞ ആള് വേണമല്ലോ, കണ്ടോരെല്ലാം വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളൊക്കെ അകത്ത് കയറിയത്, അവർ വിളി നിഷേധിച്ചത് നമ്മുടെ ഭാഗ്യ. സ്വത്രം പറയണം. ഈ അവന്മാര് കയറുന്നത് നമ്മളെ വിളിക്കാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് അവന്മാരെ തള്ളിയിട്ട് നമ്മളെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപ നിരാത്തി നല്ലപോലെ സ്തുതിക്കണം കേട്ടോ. യോഗ്യനായവനെ തള്ളിയിട്ട് അയോഗ്യന്മാരെ തെരഞ്ഞെടുത്ത് രക്തം കൊണ്ട് കഴുകി തന്റെ മക്കളാക്കി തീർത്ത ദൈവത്തിന്റെ കൃപ എത്രയോ വലിയത്.
ഓർത്ത് ആരാധിച്ചോണം കേട്ടോ. അല്ലാതെ രാവിലെ പാസ് വന്ന് ഈ ചാരമുള്ള അടുപ്പിനകത്ത് ഊതി ആ ചാരമെല്ലാം കളഞ്ഞ് കനൽ കത്തിച്ചുകൊണ്ട് വന്നുള്ള ആരാധനയൊന്നുമല്ല. ആരാധന നീ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് ഓർത്താൽ മതി, വിളി ഓർത്താൽ മതി. വീണ്ടെടുപ്പ് ഓർത്താൽ നിനക്ക് തുള്ളി ചാടാതിരിക്കാനൊക്കത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ദൈവമക്കളെ നിന്റെ അകമിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. ആ വിളിയുടെ ശ്രേഷ്ഠത ഓർത്ത് സന്തോഷമുണ്ട്. നല്ല ഒരു ആരാധന കർത്താവിന് കൊടുത്ത എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവര് പോയി വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞങ്ങളെ കണ്ടവരെയെല്ലാം വിളിച്ചകത്ത് കയറ്റി, പക്ഷെ ഇനി ഒരു 10 കസാറയുടെ മിച്ചമുണ്ട്. എന്നാ പിന്നെ ഇനി അത് മടക്കി വെക്ക്, നമുക്ക് ഊണ് തുടങ്ങാന്ന് പറയുന്ന ആളല്ല നമ്മുടെ രാജാവ്. ആ കസാറ ഫില്ലാകണം. അതുകൊണ്ടാണ് ഇന്നലെ വരാഞ്ഞ്. ഇന്ന് രാത്രി ഇവിടുത്തെ യോഗത്തിൽ നീയുടെ കൈപൊക്കിയാൽ കസാറ തികഞ്ഞാൽ നാളെ യോഗമില്ല. എടുത്ത പ്രോഗ്രാം അല്ലേ നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഒരല്ലേ പറഞ്ഞേ, എന്ന് വരെ യോഗമുള്ളെന്നറിയാമോ? കസാറ ഫില്ലാകുന്നത് വരെ ഉള്ളൂ. ഹല്ലേലൂയ. ആ കസാറയുടെ എണ്ണം നിങ്ങൾക്ക് അറിയണ്ടേ? ഈ വിളിച്ച കാളക്കാരനും കല്യാണക്കാരനും വസ്തുക്കാരനും വിളി നിഷേധിച്ചപ്പോ തമ്പുരാന്റെ കോപത്തിൽ യഹൂദൻ എന്ന കമ്പിനെ ആ നല്ല ഒലിവിന്ന് ഒടിച്ചു കളഞ്ഞു. തന്റെ കോപത്തിൽ അവനെ ഒടിച്ചു കളഞ്ഞു. എന്നിട്ട് ആ ഒടിച്ച സ്ഥലത്ത് PC ചെറിയാനെ പോലെ, ഷാജി പാസ്റ്ററെ പോലെ, ശാലിയെ പോലെയുള്ള ആളുകളെ എടുത്ത് ഒട്ടിച്ചു. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞു കേട്ടോ. നിന്നെ ഒട്ടിച്ചു ചേർത്ത ദൈവത്തിന്റെ കൃപയോർത്ത് ഇങ്ങനൊന്നും കരമടിച്ചാൽ പോലും ഇന്ന് രാത്രി നിന്റെ വീണ്ടെടുപ്പിന്റെ വിലയോർത്ത് ഓ ഷൈഡാരദാരദാരവൈഡാരമന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടാമത് ഇവര് പോയി വിളിച്ചപ്പോ കസാറ എന്ത് ചെയ്തു? ഫില്ലായി. ഉടനെ അവർ പറഞ്ഞു, രാജാവേ, അങ്ങിട്ട കസാറ മുഴുവൻ ഫില്ലായി. അപ്പോൾ രാജാവ് ഇറങ്ങി വന്നു. രാജാവ് ഇതുവരെ ഇറങ്ങി പറഞ്ഞത് 2026 ആകാഞ്ഞിട്ടല്ല. നമ്മുടെ പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ഒരു അഞ്ചരക്കാരന് ഉപദേശിച്ച് പറഞ്ഞു അന്ന് വരുമെന്ന്. പാവങ്ങളിലാണ് വസ്തു എല്ലാം വിറ്റ് പറമ്പം വിറ്റ് പോയി കാത്തിരുന്ന് വന്നില്ല. ചിലർ പറഞ്ഞ് 2000 ആകുമ്പോൾ യുഗം അവസാനിക്കും എന്നേരം വന്ന്. കർത്താവിന് 1000 സംവത്സരം ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം പോലെയുള്ളൂ. സ്തോത്രം പറയണം. അപ്പം നമ്മൾ ബഹളം വെച്ചായില്ല, കസാറ ഫില്ലാണ്. അതിനാ ഈ 12-ാം വർഷവും യോഗം വെച്ച്. ഹല്ലേലൂയ. നീയുടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വന്ന് കസാറ ഫില്ലാകണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. എത്ര സ്നേഹമാ അവൻ ക്ഷമിക്കുന്നത് കേട്ടോ. ചിലരിലൂടെ രക്ഷിക്കപ്പെടാനാ അവൻ ദീർഘക്ഷമ കാണിക്കുക. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നോക്കാൻ ഇറങ്ങി വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളല്ലേ, ലക്ഷക്കണക്കിന്. അതിനിടയ്ക്ക് ഒരാളെ കണ്ടു. അപ്പൊ ഈ PC ചെറിയാന്റെ കണ്ണ് പോലെ ചെറിയ കണ്ണൊന്നും അല്ല കേട്ടോ. അഗ്നിജാലയ്ക്കൊത്ത കണ്ണല്ലേ, വെള്ളെഴുത്തൊന്നുമില്ല. ഒറ്റ നോട്ടം. 1000ങ്ങളുടെ നടുവിൽ, 10,000ങ്ങളുടെ നടുവിൽ, ലക്ഷങ്ങളുടെ നടുവിൽ ഒരുത്തനെ പൊക്കി. അവനെ വിളിച്ചത് സ്നേഹിത എന്നാ കേട്ടോ. അത് കർത്താവിന് മാത്രം പ്രത്യേകതയാണ്. ഒറ്റിക്കൊടുക്കുന്നതുകൊണ്ടും പറഞ്ഞ, സ്നേഹിത നീ ചെയ്യാനുള്ള കാര്യം വേഗത്തിൽ അങ്ങ് ചെയ്യ്. ഒരല്ലേ പറഞ്ഞ്. അപ്പൊ ഇവനെ വിളിച്ചു, സ്നേഹിത നീ കല്യാണ വസ്ത്രം ധരിക്കാതെ എങ്ങനെയാണ് ഇതിനകത്ത് കയറി? കാരണം വാതുക്കൽ ഭയങ്കര സെക്യൂരിറ്റി ചെക്ക, ഭയങ്കര. അവിടെ വെച്ചാണ് ഈ വസ്ത്രം കൊടുക്കുന്നത്. ഈ കോട്ടയത്ത് മനോരമക്കാരുടെ ഓഡിറ്റോറിയത്തിലൊക്കെ കല്യാണത്തിന് പോയാൽ നമ്മൾ വിളിക്കാത്തവരും വന്ന് എന്ത് ചെയ്യും? കല്യാണത്തിന് കയറും. അതിനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് സഹിതം പാസ് തന്നു. അപ്പോൾ നമ്മൾ ഈ പാസ് കാണിച്ചാണ് അകത്ത് എന്ത് ചെയ്യുന്നത്? പാസ് ഉള്ളവർക്ക് അകത്ത് അവർ കാരണം 600 പേർക്ക് ആഹാരം ക്രമീകരിച്ചൊക്കെ ഇവർ 1500 പേര് കയറും. ചുറ്റും കോളേജും ഒക്കെ അല്ലേ, പിള്ളേരെ അടിച്ച് കയറും. അതിനിപ്പോൾ പുതിയ സംവിധാനം. ഞാൻ ചെന്നപ്പോൾ അത് കണ്ടേ, ഒരു ID കാർഡ് പോലും സാധനം നമുക്കും തന്നു, PC ചെറിയാണെന്ന് എഴുതി. അത് കാണിച്ചാലേ സെക്യൂരിറ്റി എന്ത് ചെയ്യത്തുള്ളൂ. ഒരല്ലേ പറഞ്ഞ് ഇവിടെ ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. അപ്പൊ ഇത്രയും വലിയ സെക്യൂരിറ്റി ചെക്കിനകത്ത് കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരാൾക്ക് അകത്ത് കയറാൻ ഒക്കത്തില്ല. എന്നിട്ട് ഒരുത്തം കയറി. ഇന്നും എനിക്കത് എങ്ങനെ കയറി എന്ന് പിടികിട്ടുന്നില്ല. ഇത്ര രാജാവിന്റെ കൊട്ടാരമാണെന്ന് ഓർത്തു. സ്തോത്രം. പിന്നെ ഞാൻ തിരക്കി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പാസ്റ്ററുടെ പെങ്ങടെ മോനോ അല്ലെ സെൻട്രൽ പാസ്റ്ററുടെ കസിനോ, കസിൻ. ഹലോ, നീ ഏത് ബന്ധത്തിലും അകത്ത് കയറിക്കോ, വിരോധമൊന്നുമില്ല. നീ അകത്ത് കയറിയിട്ട് സെക്രട്ടറിയോ ട്രഷറോ അസിസ്റ്റന്റോ
അസോസിയേറ്റ് ഒക്കെ ആയിക്കും, ഒരു വിരോധമില്ല. വരുന്നത് വരെ നടക്കൂ. വരുന്നത് വരെ രാജാവ് ഇറങ്ങി വന്നാൽ നിന്റെ കാര്യം പോക്ക. ഒരു അല്ലല്ലിയ പറയണം, ഹല്ലേലൂയ. രാജാവ് വന്ന് കൈയോടെ ഇവനെ പൊക്കി കേട്ടോ. പൊക്കിയിട്ട് ഒരു എക്സ്ക്യൂസ് പറയാറുണ്ട്, വേണമെങ്കിൽ നമ്മുടെ സൂപ്രണ്ടിന്റെ അളിയന്റെ അനിയന്റെ കൊച്ചുമോന്റെ പെങ്ങടെ മോനാണല്ലോ, അതുകൊണ്ട് വെളിയിൽ പോയി ഉടുപ്പിട്ടോണ്ട് വാടാ എന്ന് വേണേ പറയാമായിരുന്നു. പക്ഷെ അകത്ത് കയറി ഒരു എക്സ്ക്യൂസ് ഇല്ല. സ്വോത്രം പറഞ്ഞില്ല. ആർത്താവ് പറഞ്ഞു അവനെ കയ്യും കാലും കെട്ടാൻ പറഞ്ഞു, കയ്യും കാലും കെട്ടാൻ പറഞ്ഞു, ഏറ്റവും പുറത്തെ ഇരുട്ടി തള്ളാൻ പറഞ്ഞെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നീ തള്ളപ്പെടുന്നവരുടെ ഗണത്തിലാകരുത്, എടുക്കപ്പെടുന്നവരുടെ ഗണത്തിലാകണം. സന്തോഷമുണ്ട്. നല്ല ഒരു ആരാധന കർത്താവിന് കൊടുത്ത് ഇന്ന് രാത്രി ഞാൻ കൈവിടപ്പെടത്തില്ല, ഞാൻ ചേർക്കപ്പെടുന്നവരുടെ ഗണത്തിലുണ്ട്. ഇവിടെ ദൈവദാസൻ പാടിയ പേർ വിളിക്കും നേരം കാണും എന്റെ പേര് വന്ന് ഉറപ്പുള്ളവര് കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചേ. ആരെയാണ് കർത്താവ് ചേർക്കാൻ വരുന്നത്? നിങ്ങളൊന്ന് വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം സുപരിചിതമാ. ഒന്ന് വായിച്ചേര്. അതൊക്കെ ഈ കല്യാണ സ്ഥലത്ത് ഉറപ്പിനൊക്കെ ചിലർ വായിക്കത്തുള്ളൂ. 2 കൊരിന്ത്യർ 11-ന്റെ 1 മുതൽ 3 വരെ വേഗത്തിൽ കണ്ടവര് വായിച്ചോ, കുഴപ്പമില്ല. 2 കൊരിന്ത്യർ. നിങ്ങൾ എന്റെ പക്കൽ അസാര ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അടുത്ത വാക്യം. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി. സഭയ്ക്ക് 2 നാഥന്മാരില്ല, 2 കാന്തന്മാരില്ല, 2 മണവാളനില്ല, ഒറ്റ മണവാളൻ. സ്വോത്രം പറയണം. ഒറ്റ മധ്യസ്ഥൻ, യേശു മാത്രം, യേശു മാത്രം. നമ്മുടെ പിതാക്കന്മാരെല്ലാം 16-ാം നൂറ്റാണ്ട് തൊട്ട് അത് പറഞ്ഞേന്. നമ്മുടെ മാർട്ടിൻ ലൂതറിനെ ഉൾപ്പെടെ ഈ സഭാപിതാക്കന്മാരെല്ലാം കൂടെ കൊന്നു. 2 മധ്യസ്ഥ ഏക്കാഞ്ഞത് കൊണ്ട്. യേശു മാത്രമല്ല, വേറെ മധ്യസ്ഥ ഉണ്ടെന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കി. അതില്ല, ഒന്നേ ഉള്ളെന്ന് ഞങ്ങൾ എല്ലായിടത്തും പ്രസംഗിച്ചവനെ എല്ലാം കല്ലെറിയുകയോ കത്തിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്തു. പക്ഷെ ഈ കഴിഞ്ഞ വർഷം അവരുടെ സഭാ നേതാവ് പറഞ്ഞു, ഞങ്ങൾ കൊന്നത് തെറ്റായിപ്പോയി, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, യേശു മാത്രമാണ്. ഒരലി പറഞ്ഞ് ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ 2 മധ്യസ്ഥരില്ല, 2 കാന്തനില്ല, 2 മണവാളനില്ല, ഒരു മണവാളൻ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നല്ല അല്ലിയ പറഞ്ഞാട്ടെ. അവനെ ഉലകത്തിൽ മനുഷ്യപുത്രനായി അവതരിച്ചുള്ളൂ, അവനെ മനുഷ്യവർഗത്തിന് വേണ്ടി പാപപരിഹാര രക്തം ചൊരിഞ്ഞുള്ളൂ, അവനെ പരമയാഗമായി ചൊരിഞ്ഞുള്ളൂ. അതുകൊണ്ട് അവനല്ലാതെ മറ്റൊരുത്തരും രക്ഷയില്ല. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്ത ബാക്കി. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതൊരു കാർമികനെ കാണുകയാണ്. ഞാൻ നിങ്ങളെ പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളെ. അപ്പൊ ഒരു കാർമികൻ പൗലോസ്. 2 ക്രിസ്തു എന്ന ഏക മണവാളൻ. 3 നിർമ്മല കന്യക എന്ന മണവാട്ടി. മണവാട്ടികളല്ല, മണവാട്ടി. പ്രൈസ് ദി ലോർഡ്. കാർമികൻ പൗലോസ്, മണവാളൻ ക്രിസ്തു, മണവാട്ടി സഭ. 4 മണവാട്ടിയെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കുന്ന ഏതിന് വ്യാപരിച്ച പഴയ പാമ്പ് ഹവ്വയെ ചതിച്ചതുപോലെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹവ്വയെ ചതിച്ചതുപോലെ ചതിക്കുന്നൊരു വ്യാപാരം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യോഗത്തിന് പോകുന്നതിനൊന്നും പിശാചിനെതിരൊന്നുമില്ല. നിങ്ങൾ യോഗത്തിൽ ചെന്നും വെച്ച് കൈയടിച്ച് പാട്ട് പറഞ്ഞ അവനെതിരല്ല. നിങ്ങൾ 2 തുള്ളിയാലും അവന് പ്രശ്നമൊന്നും. നിങ്ങളവിടെ പോയി ദാവീദ് കാട്ടിപ്പോയ കാര്യമോ, ഊരിയാവിനെ കൊന്ന കാര്യമോ, ബെർസേബയെ പിടിച്ചുകൊണ്ട് വന്ന കാര്യമോ, ആ കടുവയെ സിംഹത്തെ കീറിയ കാര്യമോ, കടിയെ തല്ലിക്കൊന്ന കാര്യമോ ഒക്കെ പ്രസംഗിച്ച് അവന് യാതൊരു വിരോധമില്ല. ഗോലിയാത്തിനെ കൊന്ന കാര്യം പറഞ്ഞു, അവന് വിരോധമില്ല. യേശുവിൻ്റെ കാര്യം പറയാതിരുന്നാൽ മതി. ഹലോ,
ബാക്കി നിങ്ങൾ 1 മണി വരെയോ 2 മണി വരെ എന്തൊക്കെ പറഞ്ഞാലും അവനൊരു വിരോധവും ഇല്ല. ആരുടെ കാര്യം പറയല്ലേ? പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകാഗ്രത ക്രിസ്തുവിനോടാകും. മനസ്സിലാകുന്നുണ്ടോ? അവൻ ബുദ്ധിയോടെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ സഭയ്ക്കകത്തെല്ലാം ദാവീദൊക്കെ കിടന്ന് കളിക്കുകയല്ലേ. ഞാനെതിരല്ല. സഭയ്ക്കകത്ത് ഉയരേണ്ടത് ആരാണ്? ദാവീദ് പുത്രനാണ്. സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. ഇസ്രായേലും പാടിയ ദാവീദിന് ഹോശന്ന അല്ല, ദാവീദ് പുത്രന് ഹോശന്ന. ഒരല്ലേ പറയണം. സഭയ്ക്കകത്ത് ഉയർത്തേണ്ടത് മനുഷ്യപുത്രനെ ഉയർത്തിയാൽ ഞാൻ സകലരെയും നിങ്ങളേക്ക് ആകർഷിക്കും. സഭയിൽ ഉയരേണ്ടത് യേശു എന്ന നാമം. ഒരു സ്തോത്രം പറഞ്ഞേ. യേശു 3 കാര്യമാണ് നമ്മളെ ഏൽപ്പിച്ച. 1, എന്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരിക. എന്റെ നാമം, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചു അത് പിതാവ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദിക്കുന്നവന്റെ മിടുക്കല്ല, എന്റെ നാമത്തിൽ ചോദിക്കുന്നതുകൊണ്ടാ. ഹല്ലേലൂയ. 2, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരത്തോടെ പുറപ്പെട്ടു. നിങ്ങൾ കൽപ്പിക്കുന്ന പോലെ ദൈവം ചെയ്യും. ഹലോ. 3, എന്നും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി ഒരല്ലിയെ പറയണം. അപ്പൊ പൗലോസിന്റെ ഇപ്പോഴത്തെ ഭയം, പൗലോസിന് ഉലകത്തിൽ ആരെയും പേടിയില്ലാത്ത മനുഷ്യനാകട്ടോ. നമ്മുടെ കൂട്ട് മണിപ്പൂരിൽ ആരെങ്കിലും കൊന്നും പറഞ്ഞ് പെരുന്നാട്ടിൽ സൂസൈഡ് പോലെ നിർത്തുന്ന ആളൊന്നും അല്ല. ഹലോ. എന്നാച്ചാ സൂസൈഡ് കൊന്ന മണിപ്പൂർ ഒരാളെ കൊന്നെന്ന് എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? എടാ, മണിപ്പൂരിൽ ചത്താൽ ഇവിടെ ഹോളും പൂട്ടി കസാറയും പൂട്ടി വീട്ടിൽ പോയിരിക്കുന്ന ഉപദേശിമാരെ അല്ല ദൈവത്തിന് വേണ്ടി. പൗലോസ് അഗ്രിപ്പാവിന്റെ മുന്നിൽ ചെന്ന് കയ്യെ ചങ്ങല, കഴുത്തെ ചങ്ങല, കാലേ ചങ്ങല. അഗ്രിപ്പാവ് പറഞ്ഞു, നിനക്കെന്താ പറയാനുള്ളത്? അവൻ പറഞ്ഞു, പറയാനുള്ളത് ഈ ചങ്ങല ഒഴിച്ച് നീയും എന്നെ പോലെ ആകണമെന്ന്. അഗ്രിപ്പാവ് ഞെട്ടിപ്പോയി. സ്തോത്രം. നിങ്ങൾ എന്നോട് ഉണ്ടോ? രാജശ്രീ ഫെലിക്സിന്റെ അടുക്കൽ ചെന്നു. ഫെലിക്സ് ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ പറഞ്ഞു, ഫെലിക്സേ, നീയും രക്ഷിക്കപ്പെടണം. ഇനി ഈ സുവിശേഷം പുള്ളി നിർത്താൻ വേണ്ടി കൊണ്ട് കാരാഗ്രഹത്തിൽ കെട്ടിയിട്ട് ജാമത്തിലിട്ടാൽ പുള്ളി ആ രാത്രി കാരാഗ്രഹത്തിന് അടിത്തറ ഇളക്കും. ഇത്രയും കാശ് മുടക്കി പണത് ആ കാരാഗ്രഹം രണ്ടാമത് ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട കാരാഗ്രഹത്തിൽ ഇവനെ കൊണ്ട് ഇടത്തില്ല. പ്രൈസലോ. ഇനി ഇവനെ കൊണ്ട് അഥവാ ഇട്ടെന്നിരിക്കട്ടെ, അവിടെ നിന്നുകൊണ്ട് ലേഖനം എഴുതും. സ്വത്രം പറയണം. അപ്പൊ കാരാഗ്രഹം പുള്ളി ഒതുക്കാനായിട്ട് ഇനി ഇവനെ മെരിച്ചയിൽ പോയി പാമ്പിനെ കൊണ്ട് ഘടിപ്പിച്ച പാമ്പിനെ തീക്കകത്ത് ഉടഞ്ഞു കളയും. ഒരു സ്വത്രം പറയണം. ഇനി കപ്പല് ഈശാനമുള്ളടിച്ച് തകർന്ന പലകെ പിടിച്ച് പുള്ളി അക്കരെ കയറും. നിങ്ങൾ മിണ്ടുന്നില്ല. പൗലോസിന് കടലിനോ കാട്ടിലെ ആപത്തോ കരയിലെ ആപത്തോ കള്ള സഹോദരന്മാരെ ആപത്തോ രാജാക്കന്മാരൊന്നും പൗലോസിന് വിഷയമല്ല. ജയിലോ ചമ്മട്ടിയോ ചങ്ങലയോ ഒന്നും പൗലോസിന് വിഷയമല്ല. അവൻ ഭയമില്ലാത്ത മനുഷ്യനാ. പക്ഷെ ആകെ ഭയപ്പെട്ടൊരു വിഷയം, പൗലോസിന്റെ ജീവിതത്തിൽ ഭയപ്പെട്ട വിഷയം, ഞാൻ നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് സഭ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലേ, നിന്റെ ഏകാഗ്രത വിട്ടു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. സഭാഹോളിന്റെ താഴെ നിന്നുള്ള കമ്മിറ്റി നിർത്തണം. സഭായോഗം കഴിഞ്ഞുള്ള കമ്മിറ്റി നിർത്തണം. ദൂഷണം പറത്തി നിർത്തണം. മിണ്ടുന്നില്ല. കർത്താവ് വരുമ്പോൾ പോണമെന്ന് ആഗ്രഹം എത്ര പേരുണ്ട്? കയ്യിൽ നിന്ന് നല്ലപോലെ കണ്ടോട്ട്. എന്നെ മടി പൊക്കാനൊരു മടി നല്ലപോലെ ഉയർത്തിക്കേ. പോകണമെങ്കിൽ നീ ഇന്ന് രാത്രി ഉപായത്താ ചതിക്കുന്ന പിശാചിന്റെ വേലയെന്ന് മാറണം. ഹല്ലേലൂയ്യ. എന്തുവാ നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ? യഹൂദന്റെ യാഗപീഠത്തിൽ ഒരു യാഗമൃഗത്തെ കൊണ്ടുവന്നാൽ, അത് ആടാകട്ടെ, കോലാട്ടുകൊട്ടനാകട്ടെ, പശുക്കിടാവാകട്ടെ, അല്ലെ കുറുമ്പ, എന്തിനെ കൊണ്ടുവന്നാലും കൊണ്ടുവരുന്നത് നേരെ കൊണ്ട് യാഗപീഠത്തെ കയറ്റി അങ്ങ് കണ്ടിക്കാനൊന്നും നോക്കത്തില്ല. സ്തോത്രം. അതിനൊരു സൂക്ഷ്മ നിരീക്ഷണ സംഘമുണ്ട്. സൂക്ഷ്മ നിരീക്ഷണ സംഘം അവിടെ കൊണ്ടിരുന്ന മാതി. അവരിങ്ങനെ നിൽക്കുകയാണ്. പ്രത്യേകം PhD എടുത്തവരും ഡോക്ടറേറ്റ് എടുത്തവരും മൃഗശാസ്ത്രത്തിൽ വെറ്റിനറി ഡോക്ടർമാരെ വെല്ലുന്ന ആളുകളാണ്. അവർ കൊണ്ടുവന്ന മൃഗത്തെ നോക്കും. അത് അവിടുത്തെ ഏറ്റവും വലിയ മുതലാളി കൊണ്ടുവന്നാലും തൊഴിലാളി കൊണ്ടുവന്നാലും കൊണ്ടുവന്ന യാഗവസ്തുവിനെയാണ് നോക്കുന്നത്, കൊണ്ടുവന്നവൻ്റെ വലിപ്പമല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. തോമാച്ചാൻ്റെ ആണ്ട് കയറ്റിയേരടാന്ന് പറഞ്ഞ് കയറ്റി യാഗമൊന്നും കഴിക്കാനൊക്കത്തില്ല. അവർ നോക്കുന്നത് ഊനമില്ലാത്തതാണോ എന്ന്. ഈ ത്വക്കിൻ്റെ പുറത്ത് പാണ്ടോ പുള്ളിയോ കുഷ്ഠമോ വല്ലതും ഉണ്ടോ എന്ന് നോക്കും.
കാലും കൈ ഒടിഞ്ഞതാണോ, ഞൊണ്ടോ ഉളുക്കോ വല്ലതും ഉണ്ടോ എന്ന് നോക്കും. മാംസപുഷ്ടി ഉള്ളതാണോ എന്ന് നോക്കും. ഹല്ലേലൂയ. ചെവി കേൾക്കാവുന്നതാണോ, കണ്ണ് കാണുന്നതാണോ, പല്ലുള്ളതാണോ എന്നൊക്കെ നോക്കും. ഹല്ലേലൂയ. വായി നാക്കുണ്ടോ, അലയ്ക്കുന്നതാണോ എന്ന് നോക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇതെല്ലാം നോക്കിയിട്ട് അദ്ദേഹം യാഗാർപ്പനെ നോക്കി വിളിച്ചു പറയും ഹാക്കിനോ. ഹാക്കിനിയോ എന്ന് പറഞ്ഞാൽ എബ്രായ പദത്തിൽ യാഗാർപ്പണ യോഗ്യമാണ്. ഇനി അവൻ ആ എബ്രായ പദം മനസ്സിലായില്ലെങ്കിൽ ഗ്രീക്കിൽ പറയും തമ്മീം എന്ന് പറഞ്ഞ അർത്ഥം യാഗപീഠത്തെ കയറ്റിക്കുന്ന. പിന്നെ യാഗാർപ്പകൻ ചലിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അല്ലെ കൊണ്ടുവന്നതിനെ എല്ലാം കൂടെ പിടിച്ച് പൊന്നപ്പള്ളി ചന്തയിൽ വന്നാന്ന് പറഞ്ഞ് യാഗപീഠത്തെ കയറ്റത്തില്ല. കൊണ്ടുവന്നതിനെ സൂക്ഷ്മ നിരീക്ഷണ സംഘം പരിശോധിച്ചിട്ട് പറഞ്ഞ ഊനമില്ലാത്തതാണ് കയറ്റിക്കൂ. കാരണം ഇത് ആർക്കു വേണ്ടിയാണെന്നറിയാമോ? ഗെദസമന തോട്ടത്തിൽ വെച്ച് ഇന്നേക്ക് 2026 വർഷം മുമ്പേ ഒരു യാഗമൃഗത്തെ പിടിച്ചു. ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു കേട്ടോ. ഹല്ലേലൂയ. ഗെദസമനം മുതൽ ആ രാത്രി കയ്യപ്പാവിന്റെ അരമനെ കൊണ്ടുവന്നു. കയ്യപ്പാവ് പറഞ്ഞു ഊനമൊന്നും കാണുന്നില്ല. ഹന്നാവിന്റെ അരമനെ കൊണ്ടുവന്നു. ഹന്നാവ് പറഞ്ഞു ഊനമൊന്നും കാണുന്നില്ല. ഹല്ലേലൂയ. 70 അംഗ സന്നിധി സംഘം, 35 പരീശന്മാർ അപ്പുറത്ത്, 35 ശാസ്ത്രിമാർ ഇപ്പുറത്ത്, നടുക്ക് മഹാപുരോഹിതൻ. 70 അംഗ സംഘത്തിന്റെ 71 സംഘത്തിന്റെ പരിശോധന നടത്തി പറഞ്ഞു ഊനമൊന്നും. ആ രാത്രി ഹേരോദാവിന്റെ അരമനെ കൊണ്ടുപോയി. ഹേരോദ് പറഞ്ഞു ഊനമൊന്നും കാണുന്നില്ല. പീലാത്തോസിന്റെ അരമനെ 3 പ്രാവശ്യം കേറി ഇറങ്ങി. 3 പ്രാവശ്യം പീലാത്തോസ് പറഞ്ഞു ഊനമൊന്നും. അവന്റെ പെണ്ണും പിള്ള ആ അരമനയ്ക്കകത്തുനിന്ന് കത്തെഴുതി കൊടുത്തു വിട്ടു. പീലാത്തോസെ സൂക്ഷിച്ചിടപെട്ടോണം, അത് നീതിമാനായ മനുഷ്യനാ. ഒരു സ്വത്രം പറയണമേ. ഊനമൊന്നും കാണുന്നില്ല. വിധിച്ച സഹസ്രാധിപനും ശതാധിപനും പറഞ്ഞു വാസ്തവമായി ഇവൻ നീതിമാനായിരുന്നു. ഒറ്റിക്കൊടുത്ത യൂത പറഞ്ഞു കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. ഒരനലിയ പറയണ ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മണവാളൻ ഊനമില്ലാത്ത മണവാളനോ. ഹല്ലേലൂയ. ഊനമില്ലാത്ത ക്രിസ്തു എന്ന ഏകപുരുഷന് വേണ്ടിയത് ഊനമില്ലാത്തൊരു മണവാട്ടിയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴത്തെ സമയം ഏതാണോട് ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ഓഡിറ്റോറിയത്തിൽ കയറി കഴിയുമ്പോൾ ആ 2 കാറ് വാതൊക്കെ ഇട്ടേക്കും. ഒന്ന് BMW, ഒന്ന് ഇന്നോവ ക്രിസ്റ്റി. സ്വോത്രം അല്ലെ, ഒന്ന് ബെൻസ്. 2 മണ്ടയ്ക്ക് പൂവൊക്കെ ഉണ്ട്. ചില്ല് 4 കളത്തിയേക്കുക. ഡ്രൈവർ അതിനകത്ത് കാണത്തില്ല. അപ്പുറത്തെ വണ്ടിയുടെ ഇങ്ങനെ സൈഡിൽ പെണ്ണും ഇപ്പുറത്തെ വണ്ടി ഇങ്ങനെ സൈഡിൽ ചെറുക്കനും ഉണ്ട്. അവർ കണ്ണാടി കൂടെ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. തമ്മി മിണ്ടാനൊക്കത്തില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അകത്തു നമ്മുടെ അധ്യക്ഷൻ പറയും ഇപ്പോൾ നമ്മുടെ ബ്രൈഡൽ മാർച്ചിന്റെ സമയമാണ്. നമ്മുടെ സ്റ്റാൻലി ഉൾപ്പെടുന്ന കൊയർ സംഘം ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ബ്രൈഡൽ മാർച്ച് ആരംഭിക്കും. താനായി തന്നെയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം, വരണം എന്ന് പറയുമ്പോൾ ആ വണ്ടിയെ നിറങ്ങുമ്പോൾ ആ ഒരുക്കിയ പെങ്കൊച്ച് ഓടി വന്നിട്ട് പാമ്പരണമെന്ന് നിർത്തും. ക്യാമറക്കാർ ചുറ്റും നിൽക്കുക. എന്നിട്ട് ആ ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് 1/2 മണിക്കൂർ പോലും ദൂരമില്ല എങ്കിലും ആ ഇട്ടുകൊണ്ട് വന്ന് ഉടുപ്പ് ഒന്നുകൂടെ പിടിച്ചിടും. ആ സാരി ഒന്നുകൂടെ പിടിച്ചിടും. ആ മുടി ഒന്നുകൂടെ ഈ ഗോതമ്പ് പശയെല്ലാം മുക്കി ഒരു പരുവത്തിലാക്കിയിട്ടേക്കല്ലേ മുടിയൊക്കെ, അതെല്ലാം പിന്നെ ഒന്നുകൂടെ ഒന്ന് പിടിച്ച് നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഈ പുട്ടിയെല്ലാം മാറിയിട്ട് വേർപ്പൊക്കെ വലിച്ചെങ്കിൽ അതൊക്കെ ടിഷ്യൂ പേപ്പർ എന്ത് ചെയ്യും? എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതിന് പറയുന്ന പേര് ഫൈനൽ ടച്ച് എന്നാ. സ്റ്റേജിൽ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് പരിപാടിയാ. ഹല്ലേലൂയ. മണവാളന്റെ കൂടെ ഇരിക്കാൻ പോവാ, ലാസ്റ്റ് ടച്ചിങ് നടക്കുക. അതിനെ ഈ 12ാമത്തെ കൺവെൻഷൻ കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരുക്കിക്കോണം. മനസ്സിലാകുന്നവർ മാത്രം കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക് ആരാധിക്കണം. നിന്റെ വീണ്ടെടുപ്പിന്റെ ദിനങ്ങളെടുത്തു, ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഭ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇനി നമുക്ക് മറ്റൊന്നിനും സമയമില്ല ദൈവദാസന്മാരെ. വഴക്കുണ്ടാക്കാനോ കമ്മിറ്റി കൂടാനോ കസാര മറിക്കാനോ ഒരമ്മാമ്മ മറ്റേ അമ്മാമ്മയുടെ സാരി പറിക്കുന്ന വീഡിയോയിൽ പിടിച്ചിട്ട് ലൈവ് ഇട്ടോ ഒന്നും സമയമില്ലെന്ന്. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഇനി ആകെ ഒരു സമയം കാഹളം ധ്വനിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കാഹളം ധ്വനിക്കും. ധ്വനിച്ചേക്കാമെന്നല്ല, കാഹളം ധ്വനിക്കും. മരിച്ച വിശുദ്ധന്മാർ അക്ഷയരായിട്ട് ഉയർക്കും. ഉറപ്പോടെ സ്തോത്രം പറഞ്ഞേ. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും.
ഇരുവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഒരു നല്ല ഹല്ലേലൂയ പറയണം. കർത്താവ് പിതാവിന്റെ വല്ലഭത്വമുള്ള സന്നിധി വിട്ട് എഴുന്നേൽക്കും. ഇപ്പൊ എഴുന്നേൽക്കത്തില്ല. കാരണം ഇരുത്തിയപ്പോ ഒരു കാര്യം പറഞ്ഞു, നിന്റെ ഒടുവിലത്തെ ശത്രുവിനെ ഞാൻ നിന്റെ പാദപീഠമാക്കുന്നതുവരെ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഇരുത്തിയേക്കുവാ. ഒരു ഹല്ലേലൂയ പറയണം. അവൻ എഴുന്നേക്കും. അവൻ എഴുന്നേറ്റാ ശത്രു ചെതറിപ്പോകും കേട്ടോ. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് ആ വല്ലഭത്വമുള്ള സന്നിധാനം വിട്ട് മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. അതിന് ആകാശം ഒരുങ്ങിക്കഴിഞ്ഞു, അതിന് മേഘപാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. അവനാ ഇറങ്ങി വരുമ്പോ കർത്താവ് ഗംഭീരനാദം മുഴക്കും, പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങും, ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും. അപ്പോൾ ഈ 3 ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ കല്ലറകൾ തുറക്കും. ഒരു ഹല്ലേലൂയ പറയണം. മരിച്ചവര് ക്ഷയത്തോടെ എഴുന്നേക്കുമെന്നല്ല, അക്ഷയരായിട്ട് എഴുന്നേക്കും. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? എന്നിട്ട് എഴുന്നേറ്റ് വരുന്ന ഉയർത്തപ്പെട്ടവന് ഉയർപ്പിന്റെ ശരീരം. നമ്മൾ ജീവനോടുണ്ടെങ്കിൽ ഈ ഉടുപ്പ് പോലെ ഈ ശരീരം ഊരിയിടും. എന്നിട്ട് ഒരു രൂപാന്തര ശരീരം പ്രാപിക്കും. രൂപാന്തര ശരീരം പ്രാപിക്കുന്ന നമ്മളും ഉയർത്തെഴുന്നേറ്റ അവരും രണ്ടുപേരെയും ഒരു മേഘം പൊതി. ഒരു മേഘത്തിനകത്ത് പിസിച്ചെറിയാനാണോ സ്റ്റാലിയാണോ ഒരു പിടിയും കിട്ടത്തില്ല. അങ്ങനെ പൊതിയാൻ കാരണം നമ്മുടെ മോശയെ കൊണ്ടുപോകാൻ നേരത്തെ ഇവന്മാരുടെ ഒരു സംഘം വന്നു. ഇവന്മാർ പറഞ്ഞു കൊണ്ടുപോകാൻ വരട്ടെ. അങ്ങനെ കൊണ്ടുപോകാൻ വരട്ടെ. 40 വർഷം പുള്ളി വിശുദ്ധനായിരുന്നു, നമുക്ക് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു കഥ പുള്ളിക്കുണ്ടല്ലോ. പുള്ളി ഒരാളെ ഒറ്റയടിക്ക് തല്ലിക്കൊന്നല്ലേ. പുള്ളി ദിക്കും പക്കും നോക്കി ആരും കണ്ടെന്ന് കണ്ടപ്പോൾ മണ്ണ് മതി കുഴിച്ചിട്ടല്ലേ. പുള്ളി പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു, ദേഷ്യം തിരുവോണം പാറക്കിട്ട് അടിച്ചതല്ലേ. പുള്ളി ആ 10 കൽപ്പന അഗ്നിമയമായ പ്രമാണം എറിഞ്ഞു ഒടിച്ച് പൊട്ടിച്ച് കളഞ്ഞല്ലേ. ഒരു പട്ടിക അങ്ങ് നിരത്തി. ഒരു പട്ടിക ഉടനെ കൊണ്ടുപോകാൻ വന്ന ദൂതന്മാർ സൈകിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവം നിന്നെ ശാസിക്കട്ടെന്ന് പറഞ്ഞു. ഒരല്ലേ പറഞ്ഞു. അപ്പൊ കൊണ്ടുപോകുന്ന ആളിനെ അറിഞ്ഞാൽ ഇവൻ വാദിക്കും, പൂർവ്വകാല പാപം വെച്ചോണ്ട്. ഇപ്പൊ പിസിച്ചെറിയാനെയാ കൊണ്ടുപോകാൻ വരുന്നിരിക്കട്ടെ. ഉടനെ പറയും 24 വയസ്സിന് മുമ്പേ പുള്ളിയൊരു കഥയുണ്ട്. പുള്ളിക്കൊരു പിന്നെ പാസ്വേഡ് വരെ കണ്ടുകെട്ടി കഥ കിടക്കുകയല്ലയോ, അതുകൊണ്ട് കൊണ്ടുപോകാൻ വരട്ടെന്ന് പറയും. അതിന് ഞാൻ PC ആണെന്ന് അറിയാതിരിക്കാൻ തമ്പുരാൻ മേഘത്തിൽ പൊതി. പിന്നെ അവൻ നോക്കുമ്പോൾ മേഘം കാണാൻ അകത്താരാന്നറിയത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് മറുരൂപമലയിലെ ഇങ്ങനെ രൂപാന്തരപ്പെട്ട് മുടി ഹിമത്തേക്കാൾ വെണ്മയായി, മുഖം സൂര്യനേക്കാൾ ശോഭയായി, കണ്ണ് അഗ്നിജാലക്കൊത്തതായി. ഹല്ലേലൂയ. ആ പർവ്വതം മുഴുവൻ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ 2 പേര് പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് മരിച്ച് അടക്കപ്പെട്ട മോശ, 2 മരിക്കാതെ എടുക്കപ്പെട്ട ഏലിയാവ്. 2 ഗ്രൂപ്പിന്റെ പ്രതിനിധിയാ. ഒന്ന് മരിച്ചടക്കപ്പെടുന്നവരുടെ പ്രതിനിധി, പണ്ട് മരിക്കാതെ എടുക്കുന്നവർ. 2 ഗ്രൂപ്പിന്റെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഉടനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉടനെ പത്രോസ് പറഞ്ഞു, ഇപ്പം 3 വീട് വെക്കുന്നു, ഒന്ന് മോശയ്ക്കൊന്ന് ഏലിയാവിനൊന്നും നിനക്ക്. എടാ പത്രോസ്, നീ എവിടെ താമസിക്കും? അയ്യോ, ഇതാ തേജസ്സെങ്കിൽ ഞാൻ ആ അത്യുന്നതന്റെ മറവിൽ അങ്ങ് വസിച്ചോളാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നീ തേജസ് കാണാത്തോണ്ടല്ലയോ ഇവിടുത്തെ കാര്യങ്ങളുടെ പുറകെ പോകുന്നത്. നീ അത് തേജസ് കണ്ടാ പിന്നെ ഒറ്റ ആഗ്രഹം, ഞാൻ ആ തേജസ്സിന്റെ മറവിൽ വസിച്ചോളാം. സന്തോഷവും സ്വത്രം പറയണേ. ഹല്ലേലൂയ. പെട്ടെന്ന് മേഘം വന്ന് അവരെ ഇരുവരെയും മറച്ചു. ആരെ ഇരുവരെ? മരിക്കാതെ എടുത്ത ഏലിയാവിനെയും മരിച്ചടക്കിയ മോശയെ മേഘം മറച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരു മേഘം വരുന്നുണ്ട്. എൻ്റെ മേഘത്തിൻ്റെ പേര് ഐക്ലൗഡ് എന്ന്. ഒരല്ലേ പറഞ്ഞേ. എൻ്റെ സ്വന്തം അതിനകത്ത് ഇപ്പം എൻ്റെ ഐഫോൺ നിറച്ചൊരു സാധനം നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അതിനകത്തോട് സ്റ്റോർ ചെയ്താൽ അവിടെ കിടന്നോളും. അവിടെ കിടന്നോളും. ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുത്താൽ മതി. അതിന് എൻ്റെ മേഘം എന്നാ പേര്. എല്ലാവർക്കും ഓരോ മേഘമുണ്ട്. ഹലോ, മിണ്ടുന്നില്ല. ഇനി ഞാൻ പോകുന്ന പോക്കിൽ ഇത് കയ്യും താഴെ പോയി വണ്ടിയുടെ വീൽ അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ കയറി അത് ചതഞ്ഞരഞ്ഞു പോയെന്നിരിക്കട്ടെ, ഞാൻ വിഷമിക്കുകയൊന്നും വേണ്ട. അടുത്ത ഐഫോണിൻ്റെ ഷോറൂമിൽ ചെല്ലുക. അവരോട് പറഞ്ഞു, എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി. ഐഫോൺ ആയിരുന്നു, അത് 13 Pro Max ആയിരുന്നു. അതൊന്ന് തകർന്നതിന് പകരം നമുക്ക് ധരിച്ചാൽ ഒന്നും വിഷമിക്കേണ്ട, പാസ്വേഡ് ഇരുന്നാട്ട് കുഴപ്പമൊന്നുമില്ല. നമ്പർ പറഞ്ഞ് 9447028943. ഓക്കെ, അവിടെ ഇരുന്നാട്ട് അവൻ ആ കമ്പ്യൂട്ടറിൽ കയറി 4 അടി ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഗതി പറയും, ഏത് സൈസ് ഫോൺ ആ പാർസൊക്കെ വേണ്ടി, ഇപ്പോഴത്തെ 16 വേണോ 17 വേണോ, അതോ ജൂണിൽ ഇറങ്ങാൻ പോകുന്ന 18 വേണോ, ഏതാ സാധനം വേണ്ടത്, രൂപ എത്ര ഉണ്ട് എന്നെല്ലാം ചോദിച്ച് വിവരം മനസ്സിലാക്കിയിട്ട് അവൻ ഫോണിൻ്റെ കാര്യം പറയും. ഫോൺ എടുക്കും. എന്നിട്ട് അവൻ ഇതിനകത്തോട് ഞെക്കിക്കഴിയുമ്പോൾ ഒരു മണി കേൾക്കാം. ഹലോ, അതിനകത്തോട്ടെല്ലാം വന്ന് കയറും. കാരണം മൊത്തം മേഘത്തിൽ കിടക്കുകയല്ലേ. എന്നാലും നമ്മളെ അമ്മാമ്മയെ അറിയാതെ അച്ഛൻ തന്നെ രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ, അതിറങ്ങി വരും. നമ്മൾ ഡിലീറ്റ് ചെയ്തായിരുന്നു, പക്ഷെ മേഘത്തിൽ നിന്ന് പോയിട്ടില്ല. അച്ഛൻ അറിയാതെ അമ്മാമ്മ ഗുഡ് നൈറ്റ് പറഞ്ഞില്ലേ, പിന്നെ ഈ ഹാർട്ടിൻ്റെ ഇങ്ങനെ അനങ്ങുന്ന പടം അയച്ചില്ലേ,
അതെല്ലാം തിരിച്ചിറങ്ങി വരുമെന്ന്. നമ്മൾ ഇവിടെ ഡിലീറ്റ് ചെയ്തപ്പം ധരിച്ചേക്കുന്നത് അവിടെ പോകത്തില്ല, ഇവിടെ പോകത്തുള്ളൂ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പിന്നെ അവിടെ എല്ലാം വരും. ആ മേഘം അതിനെ പൊതിയാൻ പറ്റും. സാക്ഷിയുടെ ആവശ്യമില്ല, അതിനകത്ത് മുഴുവൻ ഡീറ്റെയിലും ഉണ്ട്. സ്വത്രം പറഞ്ഞാട്ട് നീ പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതെല്ലാം ഈ മേഘത്തിനകത്തുണ്ട്. വേറെ സാക്ഷികളുടെ ആവശ്യമില്ല. നിന്റെ മുഴുവൻ രഹസ്യങ്ങളുമുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കതയും മണ്ണം പ്രാപിപ്പാൻ നമ്മളെല്ലാവരും യേശുവിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് ഉറപ്പും ബോധ്യമുള്ളവര് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രിയരേ, യേശു വരാറായി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തട്ടെ. ഈ ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും കടലും കരയും കാണിക്കുന്ന അടയാളങ്ങൾ. അവൻ കരയെ ഇളക്കും, അവൻ കടലിനെ ഇളക്കും, അവൻ ആകാശത്തെ ഇളക്കും. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നറിയാമോ? ലോകത്തിന്റെ മനോഹര വസ്തു വെളിപ്പെടാൻ പോകുകയാ. ഇത് ഇളകുന്ന രാജ്യമാ. ഇളകാത്ത രാജ്യം സ്ഥാപിക്കാൻ പോകുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി എനിക്കൊരു വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 1200 മൈൽ നീളമുള്ള, 1200 മൈൽ വീതിയുള്ള, 1200 മൈൽ ഉയരമുള്ള, 1200 നിലകളുള്ള ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണിസൗധം മണവാട്ടിക്ക് വേണ്ടി ഒരുങ്ങി ഇറങ്ങി വരാൻ പോകുകയാ. അതിനകത്ത് പ്രവേശിക്കാൻ ആകെ ചെയ്യേണ്ടത് നീ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. നീ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട നീ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആത്മാവിനെ പ്രാപിച്ചവൻ വക്രതയുള്ള കോട്ടമുള്ള ഈ തലമുറയിൽ നിന്ന് വേർപാടും വിശുദ്ധിയും പാലിക്കണം. വേർപാടും വിശുദ്ധിയും പാലിക്കുന്നവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. ഉപദേശം കേൾക്കുന്നവൻ അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിക്കണം. അവരെ ചേർക്കാൻ യേശു വരാൻ പോവുകയാണ്. ആ ഗണത്തിൽ ഞാനും ഉണ്ടെന്നുള്ളവരെല്ലാം കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാഗൽഭ്യത്തോടെ ഉയർത്താൻ കഴിയാത്ത ഏതെങ്കിലും സഹോദരനോ സഹോദരി ഉണ്ടെങ്കിൽ നിനക്ക് ദൈവം തന്ന ഏറ്റവും ഒടുവിലത്തെ ചാൻസ് ആയിരിക്കും 12ാമത് ഈ കൺവെൻഷന്റെ സമാപന രാത്രി. ഇന്ന് രാത്രി നിന്റെ പേര് എൻ്റെ പുസ്തകം ഒന്ന് ഉറപ്പാക്കിയിട്ടല്ലാതെ നീ പോകരുത്. എൻ്റെ പേരും ജീവന്റെ പുസ്തകം എഴുതി ചേർക്കണമെന്ന് കർത്താവിൻ്റെ അടുക്ക് വന്ന ശിഷ്യന്മാർ ഭയങ്കര വീമ്പിളക്കി കേട്ടോ. കർത്താവെ, ഞങ്ങളൊരു പരസ്യത്തിന് പോയി. എൻ്റെ കർത്താവെ, ഞങ്ങൾ നീ ചെയ്തതെല്ലാം ചെയ്തു. പൂതങ്ങ ഞങ്ങൾക്ക് കീഴടങ്ങി കേട്ടോ. വലിയ ആശ്ചര്യ. പൂതങ്ങ ഞങ്ങൾക്ക് രോഗികളെ സൗഖ്യമായി. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നു. പിന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ മിടുക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആകാശത്തുനിന്ന് ഈ ദുഷ്ടശക്തികൾ മിന്നൽപ്പിടർ പോലെ അടിച്ചു വീഴുന്നത് ഞാൻ കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അതിനകത്തൊന്നും നിങ്ങൾ ഞെളിയണ്ട. ജീവന്റെ പുസ്തകത്തിൽ എല്ലാവരും പറഞ്ഞ് പേരെഴുതിക്കൊണ്ട് സന്തോഷിച്ചാൽ മതി. പുസ്തകം പിശാച് വിട്ടുപോകണം. സന്തോഷിക്കണ്ട. സന്തോഷിക്കാൻ എവിടെ സന്തോഷിക്കണം? പറഞ്ഞേ, എൻ്റെ പേരും പുസ്തകത്തിലും ഉറപ്പുള്ളവരുന്ന് കൈ ഉയർത്തിക്കേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനം എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ലാസ്റ്റ് ദിവസമല്ലേ, നമ്മുടെ സ്ഥാനി പ്രത്യാശയുടെ പാട്ട് പാടും. എന്നിട്ട് ഒരുമിച്ച് നമുക്ക് പിന്നെ പ്രാർത്ഥിക്കണം. ഇപ്പൊ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. ഓ രക്തത്താലെ ചെയ്യാം. ജീസസ്, ജീസസ്. കഴിയുമെങ്കിൽ ആ കണ്ണുകൾ രണ്ടും അടച്ച്, ആ കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, കാഹളം ധ്വനിക്കാൻ സമയമായല്ലോ. സഭയെ ചേർക്കാൻ സമയമായല്ലോ. ഞങ്ങളുടെ യേശു വരാൻ സമയമായല്ലോ. നിങ്ങളിതൊക്കെ സംഭവിച്ചു കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കലായി എന്നറിഞ്ഞ്, ഓ ഹല്ലേലൂയ, അവൻ ഏതു സമയത്ത് വരുന്നു എന്നറിയായകയാൽ ഉണർന്നിരിപ്പാൻ, ഒരുങ്ങിയിരിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചു. ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, കൈവിടപ്പെട്ടു പോകരുത്, തള്ളപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ചേർക്കപ്പെടുന്നവരുടെ ഗണത്തിൽ ഞാനുമാകണം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. നല്ല കർത്താവേ, അങ്ങയുടെ ഈ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം കഴിഞ്ഞ 12 വർഷമായി അങ്ങയുടെ പെട്ടകം വെക്കുവാൻ തുറന്നു കൊടുത്തല്ലോ. ഒബേദെദോമിനെ അനുഗ്രഹിച്ചതുപോലെ തന്നെ, തന്റെ കുടുംബത്തെ, സഹോദര വർഗങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. കടന്നു വന്ന ഓരോ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരാൾ പോലെ കൈവിടപ്പെട്ടു പോകരുത്. കാഹളധ്വനിയിൽ എടുക്കപ്പെടുവാൻ എല്ലാവരും ഒരുക്കപ്പെടട്ടെ.
രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്ഷീണിതർ യേശുവിൻ നാമത്തിൽ ബലപ്പെടട്ടെ. ബലഹീനർ യേശുവിൻ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ. വഴി അടഞ്ഞവരുടെ മുമ്പിൽ യേശുവിൻ നാമത്തിൽ വഴികൾ തുറക്കട്ടെ. മലമേലിരിക്കുന്ന പട്ടണം പോലെ ഈ ജനം ഈ ദേശത്ത് പ്രകാശിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുമല്ലോ. പ്രത്യാശയോടുകൂടെ ചേർന്ന് പാടി കർത്താവിന്റെ മഹത്വത്തിലേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങി ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. മണ്ണിലുറങ്ങിയിടും ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. ജീവനോടിഭൂത് പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമ നേരത്തിൽ. ജീവനോടിഭൂത് പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമ നേരത്തിൽ. ഗീതാസ്വരത്തോട് ആർപ്പോടും കൂടെ, ഗീതാസ്വരത്തോട് ആർപ്പോടും കൂടെ. വിണ്ണൂലകം പൂവും, വിണ്ണൂലകം പൂവും, വിണ്ണൂലകം പൂവും ദൂതത്തുല്യരാ